എല്ലാവർക്കും വലിയ നമസ്കാരം. KSTA ജില്ലാ കമ്മിറ്റി, മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കേട്ടറ്റുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സിൽ എത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെ വളരെ വലിയ സന്തോഷമുണ്ട്. ഒപ്പം വീരാപ്പു മാഷും ബിജു മാഷും ഒക്കെ കുറച്ച് നാളായി ഒരു ദിവസം എടുക്കണം എന്ന് പറയുന്നത്. ഈ സമയം എനിക്ക് അനുകൂലല്ലായിരുന്നു. എന്നാലും ഈ ഒരു ക്ലാസ്സിൽ വരണമെന്നും മലപ്പുറത്തെ ആളുകളെ കാണണമെന്നുള്ള വലിയൊരു ആഗ്രഹം കൊണ്ടാണ് ഈ ക്ലാസ്സിൽ നിങ്ങളോടൊപ്പം എത്തിയത്. എനിക്കൊരു 2-3 കാര്യങ്ങൾ തുടക്കത്തിൽ പറയാനുണ്ട്. അതിലൊന്ന്, നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലും പുസ്തകവും പേനയും വേണം. ഗ്രാമറാണ്. നമ്മളിപ്പോൾ സ്ലൈഡ് വെച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ സ്ലൈഡിനെ കുറിച്ച് ആലോചിക്കാതിരുന്നത്. കാരണം ഒരു ആദ്യത്തെ ക്ലാസ് ആണെന്ന് അവർ പറഞ്ഞിരുന്നു. അപ്പം ആദ്യത്തെ ക്ലാസ് ആകുമ്പോൾ ഒരു ബേസ് ഫോം നമുക്ക് കിട്ടിയില്ല എന്ന് വെച്ചാല് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇന്നത്തെ ദിവസം ബേസിക് ആയിട്ട് ഒരു ഗ്രാമറിലേക്ക് കടന്നു ചെല്ലാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമോ ആ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമുക്ക് മറ്റൊരവസരത്തിൽ കൂടി, കാരണം ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ ചെറിയ മാറ്റമുണ്ട്, ഒരു അസേഷൻ റീസൺ ടൈപ്പ് ഒക്കെ വരാം. അപ്പൊ അതൊക്കെ അടുത്ത പ്രാവശ്യവും, ഇപ്രാവശ്യം നമുക്കൊരു ഈസി ലെവലിൽ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ ഞാൻ ഈസി ലെവലിൽ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിന് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉത്തരം നിങ്ങൾ എഴുതണം. തെറ്റ് അല്ലെങ്കിൽ മേ ബി കറക്റ്റ് ഓർ ഇൻകറക്റ്റ്, ദാറ്റ് ഡസന്റ് മാറ്റർ. നിങ്ങൾ എഴുതുന്നു എന്നുള്ളതാണ് ഉറപ്പുവരുത്തേണ്ടത്. തെറ്റിക്കോട്ടെ. ഒപ്പം ആ തെറ്റ് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിലും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കണം. എനിവേ, വെൽക്കം ഫ്യൂച്ചർ കേട്ടറ്റ് വിന്നേഴ്സ്, എസ്പെഷ്യലി ഇൻ ഇംഗ്ലീഷ് ഗ്രാമർ ടു മൈ ക്ലാസ്. ലെറ്റ് സ്റ്റാർട്ട്. തുടങ്ങാം അല്ലേ? റെഡി അല്ലേ എല്ലാവരും? ഒരു 4 പേര്, ഒരു 1-2 പേര് എപ്പോഴും ഒരു ഓണായി നിൽക്കണേ. തെറ്റിക്കോട്ടെ. ഞാൻ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഉറങ്ങിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ചിലരുടെയൊക്കെ പേര് വിളിക്കാം. എല്ലാവരെയും അധികം പരിചയമൊന്നുമില്ല. ഞാൻ കയറിയ അപ്പൊ തന്നെ ഒരു 4 പേര് എന്നേക്കാൾ മുമ്പ് കയറിയ ആളുകൾ ഉണ്ടായിരുന്നു. അവരെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ആദ്യം വന്നു. പിന്നെ പേന, പുസ്തകം മറക്കാതെ ആരുടെങ്കിലും കയ്യിൽ ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ എടുക്കണം. നമുക്ക് തുടങ്ങാം. ഒട്ടും സമയം കളയുന്നില്ല, ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട്. എനിവേ, താങ്ക് യു മലപ്പുറം KSTA ഫോർ ദിസ് ബെറ്റർ ഓപ്പർച്യൂണിറ്റി ദാറ്റ് ഐ ഹാവ് എവർ സീൻ ഇൻ മൈ ലൈഫ്. ഞാൻ ആദ്യമായിട്ടാണ് മറ്റൊരു ജില്ലയിൽ കേട്ടറ്റിന് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും തമ്മിൽ ഒരുപാട് വലിയ വ്യത്യാസം ഉണ്ടെന്നൊന്നും വിചാരിക്കരുത്. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം. ഓക്കെ. ഒരു ചെറിയൊരു ചോദ്യം ചോദിച്ചോട്ടെ? ആ ചോദ്യം മറ്റൊന്നുമല്ല, എത്ര പേർ ഇംഗ്ലീഷിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നവരുണ്ട്? അപ്പൊ അതിന്റെ ഉത്തരം ഞാൻ പറയാം. ഇതിൽ ടോട്ടൽ ഇപ്പൊ ഒരു ഏകദേശം 165 അടുത്ത് ടീച്ചേഴ്സ് ഉണ്ട്. എല്ലാവർക്കും ബേസിക് അറിയാം. അപ്പൊ നമുക്കിപ്പോ ഒരു മെമ്മറി അല്ല ഗ്രാമർ എന്നുള്ളത്. ഒരു ഇറ്റ് ഈസ് നോട്ട് എ മെമ്മറി, ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് നത്തിങ് അബൌട്ട് വാട്ട് വി ഹാവ് ലേൺ. ഇറ്റ്സ് ജസ്റ്റ് എൻ അണ്ടർസ്റ്റാൻഡിങ്. ഒരു കുറച്ച് റൂൾസ് ഒന്നുമല്ല, നമുക്കൊരു സെൻസിബിൾ ആയിട്ട് ആലോചിക്കാവുന്ന രീതിയിൽ ഉണ്ടെങ്കിൽ തന്നെ ഗ്രാമർ ഇസ് ഫാർ ഈസി ഫോർ യു. കുറച്ച് സമയം, കുറച്ച് ടിപ്സ് മാത്രമേ വേണ്ടൂ ഇംഗ്ലീഷ് ഗ്രാമറിനെ കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു 15 മാർക്ക് കിട്ടുക എന്നുള്ളതിന് നിങ്ങൾ ഒരു 2 മണിക്കൂർ സമയമോ അല്ലെങ്കിൽ 4 മണിക്കൂർ സമയമോ വേസ്റ്റ് ചെയ്താൽ എന്റെ ക്ലാസ് എങ്ങനെയുണ്ടെന്ന് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പോയി എന്ന് വിചാരിച്ചാൽ പോലും ഈ 15 മാർക്ക് കിട്ടാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, തുടങ്ങാം. നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഒരു ഗ്രാമറിലേക്ക് കടക്കുന്ന ഡോർ സ്റ്റെപ്പ് ആണ്. ആരോ സൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. അപ്പൊ നമ്മുടെ ഡോർ സ്റ്റെപ്പ് അയ്യോ, കേൾക്കണ്ടായല്ലോ. കേൾക്കുന്നില്ലേ? ഹലോ. ഇപ്പൊ ക്ലിയർ ആയി. ഓക്കെ. ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളെ ആൻസർ പറഞ്ഞില്ലെങ്കിൽ മുന്നോട്ട് പോകില്ല. ഗിയർ മാറ്റണമെങ്കിൽ ഓരോ കാലങ്ങളും ഏതൊക്കെയാണെന്നുള്ളതാണ് ഫ്യൂച്ചർ. അപ്പൊ അതിന്റെ ഓക്കെ, യെസ്, ബീന ടീച്ചർ. ഫ്യൂച്ചർ പാസ്റ്റ്. പ്രസന്റ്, ഫ്യൂച്ചർ, പാസ്റ്റ്. പാസ്റ്റ് അപ്പുറവും ഫ്യൂച്ചറിന്റെ അപ്പുറവും പ്രസന്റ് അപ്പുറം ഒന്നും ഞങ്ങളൊന്നും പറയില്ല. അത് ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും അപ്പൊ ലാസ്റ്റ് ഒരു ആൻസർ വന്നു. അതൊരു ടൈമാണ് അല്ലേ? ഇറ്റ് ഈസ് ടൈം വിത്ത് ദ ആക്ഷൻ.
അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. എത്ര ടെൻസ് ഉണ്ട്, ഈ ടെൻസ് പഠിക്കണം കേട്ടോ, എഴുതി വെക്കണേ. ഈ ടെൻസ് പഠിക്കാതെ നമുക്ക് ഗ്രാമറിന്റെ ഏകദേശം ഒരു 9 ഗ്രാമർ ടെൻസ് പഠിച്ചാൽ കിട്ടും. അപ്പൊ ടെൻസ് ജസ്റ്റ് ഒന്ന് വേഗം പോവാണേ. നമ്മൾ ആദ്യം കടക്കുന്നത് ഏത് ടെൻസിലേക്കാ? ആദ്യം സിമ്പിൾ അല്ലേ, സിമ്പിൾ പ്രസന്റിലേക്ക് നമ്മൾ പോവാണ്. ആദ്യം സിമ്പിൾ പ്രസന്റും പാസ്റ്റും മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഗ്രാമറിന് ഫുൾ മാർക്ക് കിട്ടും. ഫ്യൂച്ചറിന്റെ ക്വസ്റ്റ്യൻസ് അധികം വരുന്നില്ല. മേ ബി ഒരെണ്ണം വരികച്ചാൽ പോലും ആ സിമ്പിൾ ഫ്യൂച്ചറിൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പോ പ്രസന്റും പാസ്റ്റിലേക്കും കടന്നു പോയിക്കൊണ്ടിരിക്കാം. ഒറ്റ സെന്റൻസിന് നമുക്ക് ഒരു 8 ടെൻസ് എങ്ങനെയാ പഠിക്കാൻ നോക്കാം. അതിന്റെ ഡിഫറൻസ് മാത്രം നോക്കി ഇങ്ങനെ പോയാൽ മതി. അത് എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഈ ടെൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വാതിൽ ഇങ്ങനെ തുറന്ന് ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുമ്പോ നമ്മളെ നോക്കി ഒരു 7 പേരിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടാവും. അതാരാന്നറിയോ? അതാണ് സബ്ജക്ട്. ഈ സബ്ജക്റ്റുമ്പളാ കളി മുഴുവൻ. സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് ഒന്നും നിങ്ങളുടെ സിലബസിൽ എഴുതിയിട്ടുണ്ടാവില്ലേ? ആ സിലബസിലേക്ക് കടക്കണമെങ്കിൽ ടെൻസിന്റെ ആ വാതിൽ തുറക്കുമ്പോ തന്നെ നിങ്ങളെ നോക്കി ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നുണ്ടാവും. അത് 2 തരം സബ്ജക്റ്റ് ആണ് ഉണ്ടാവുക അല്ലെ? ഏതൊക്കെയാ? സിംഗുലരും പറഞ്ഞോ പ്ലൂരലും. ഈ 2 പേര് നിങ്ങളെങ്ങനെ നോക്കും? അപ്പൊ സിംഗുലർ ഫാമിലിയുടെ കൂടെ ആരൊക്കെ ഉണ്ടാവും? ഹീ ഉണ്ടാവും, ഹീ ഉണ്ടാവും, ഷീ ഉണ്ടാവും, ഇറ്റ് ഉണ്ടാവും അല്ലെ? ഈ 3 ആളെ ഉള്ളൂട്ടാ, കൂടുതൽ ആൾക്കാരെ ചേർക്കല്ലേ, അവർ വീട്ടിൽ കയറ്റൂല. ഓക്കെ, അപ്പൊ ഹീയും ഷീയും ഇറ്റും മാത്രമേ സിംഗുലർ ഫാമിലി ഉള്ളൂ. ഈ ഹീക്ക് പകരം വീരാപ്പു മാഷിന്റെ പേര് എഴുതാം, ഷീക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ബീന ടീച്ചറുടെ പേര് എഴുതാം, ഇറ്റിന് പകരം നമുക്ക് നമ്മുടെ വീട്ടിലെ പട്ടിക്കുട്ടിയുടെയോ പൂച്ചക്കുട്ടിയുടെ ഒക്കെ പേര് എഴുതാം. ഓക്കെ, അപ്പൊ ഹീ, ഷീ, ഇറ്റ്, ഈ 3 എണ്ണം ശ്രദ്ധിക്കണേ. ഇത് സിംഗുലർ ആണ്. തൊട്ടപ്പുറത്ത് ഒരു വലിയൊരു ഫാമിലി നിൽക്കുന്നുണ്ട്. അവർ വലിയ അത്യാവശ്യം എന്താ പറയാ, കുറച്ച് ഞങ്ങൾക്ക് അത്യാവശ്യം റിച്ച് ആണ്, ഒരു ബൂർഷ്വ ടൈപ്പാണ്. അപ്പൊ അവരോട് ചോദിക്കുകയാണ് നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചാല് അവര് പറയുന്നത് ഏറ്റവും ആദ്യം തന്നെ ഒരാൾ കടന്നു വരും. ആളുടെ പേരെന്താണെന്നറിയോ? ആരാ? കണ്ട ഒറ്റയാന്ന് തോന്നും, പക്ഷെ ആള് പെടുന്നത് എവിടെയാ? പ്ലൂരൽ ഫാമിലിയിലാണ്. ആരാത്? ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് കണ്ടോ? കണ്ടാ നമ്മൾ വിചാരിക്കും ആള് സിംഗുലർ ആണ്, ഒറ്റയ്ക്കല്ലേ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പാവം തോന്നി സിംഗുലർ ഫാമിലിയിൽ അന്വേഷിച്ചിരുന്ന ആളെ കാണില്ല. ആളെ കാണുന്നത് എപ്പോഴും പ്ലൂരൽ ഫാമിലിയിലാ. അതാരൊക്കെയാ? ഒന്ന് അതെ, ഞാനും നിങ്ങളും. പിന്നെയോ? പിന്നെ അവരും, ദേ, ദെൻ വി. അപ്പൊ ഐ യു വി ദേ എന്നങ്ങോട്ട് ആലോചിച്ചാൽ മതി. ഐ യു വി ദേ. മറ്റേതോ? ഹീ ഷീ. ഈ 2 ഫാമിലി ഓക്കെ ആയോ? സിംഗുലർ ഫാമിലിയും പ്ലൂറൽ ഫാമിലിയും സെറ്റ് ആയോ? എല്ലാവർക്കും കിട്ടിയോ? ഇവരെ തെറ്റിപ്പോവരുത്. ഇവര് തെറ്റിപ്പോയാൽ നിങ്ങളുടെ മൊത്തം ഗ്രാമർ പ്രശ്നമാവും. ഗൂഗിൾ മാപ്പ് വഴിയാ നമ്മളെങ്ങനെ ഒരു റൂട്ട് ചേഞ്ച് ചെയ്ത് പോയാൽ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തില്ല. അപ്പൊ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ കടന്നു, ആ വാതിലിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് നടന്നു, ഓക്കെ ആയി, 2 ഫാമിലിനെയും പരിചയപ്പെട്ടു. അതിനുശേഷം നമ്മൾ നോക്കുകയാണ് ഇവരുടെ കൂടെ ആരൊക്കെയായി നിൽക്കുന്നതെന്ന് നോക്കുന്നു. അപ്പോ നമ്മൾ കാണുന്നത് എന്താ? ഹീയുടെ കൂടെ എപ്പോഴും ആരാ നിൽക്കാന്നറിയോ? നമുക്ക് 2 ടെൻസുകൾ ഉണ്ട്. നമ്മൾ പതുക്കെ അതിലേക്ക് കടക്കാൻ പോവാണ്. അവരവിടെ നിൽക്കട്ടെ പോട്ടെ, അവരവിടെ വച്ചേക്ക്. അപ്പൊ ഫാമിലിന്റെ അടുത്ത് നമ്മൾ ഒരു സ്ഥലത്ത് വെച്ചു. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത്, ഒരു വെർബ് കണ്ടാൽ, തൊട്ടപ്പുറത്ത് കുറച്ച് ആൾക്കാർ നിന്ന് കളിച്ച് ഓടിക്കൊണ്ടിരിക്കുക ഫുൾ ആക്ഷനിൽ. ആ വെർബ് കണ്ടാല് നിങ്ങൾക്ക് മനസ്സിലാവോ? ആ ഒരു വെർബ് കണ്ടു കഴിഞ്ഞാൽ ഇന്ന ടെൻസ് ആണെന്ന് മനസ്സിലാവോ? അല്ലെങ്കിൽ അതിന്റെ കൂടെ വല്ലവരുണ്ടോ എന്ന് മനസ്സിലാവോ? സ്പ്ലിറ്റിംഗ് ഓഫ് വെർബ്സ് അറിയോ? എങ്ങനെയാണ് വെർബിനെ സ്പ്ലിറ്റ് ചെയ്യാന്ന് അറിയാവോ? അറിയോ? ഞാനൊരു എക്സാമ്പിൾ ചോദിക്കാം. പ്ലേ, ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞേ. വെരി ഗുഡ്. അതായത് പ്ലേ എന്ന് കാണുമ്പോൾ അത് വെറും പ്ലേ അല്ല, അതിനുള്ളിൽ എപ്പോഴും ഒളിഞ്ഞിരിക്കുന്ന ഒരാള് ഡു ഫോം ആണ്. ഇതൊക്കെ അങ്ങോട്ട് കടക്കാനുള്ള സ്റ്റെപ്പാട്ടോ, എഴുതി വെക്കണേ. അപ്പൊ പ്ലേന്റെ കൂടെ ഡു പ്ലസ് പ്ലേ ആണ് ഈസ് ഈക്വൽ ടു പ്ലേ. രണ്ടാമത് പ്ലേസ് എന്ന് പറഞ്ഞാലോ ആരാ ഉണ്ടാവുക കൂടെ? ഡസ് പ്ലസ് പ്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്ലേഡ് ആണെങ്കിലോ? ഡിഡ് പ്ലസ് പ്ലേ. ഇത് നമ്മൾ പഠിച്ചത് എന്തിനാണെന്നറിയോ? നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് വരും, ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാനാണ്. അപ്പൊ ഇവരെ പരിചയപ്പെട്ടു. ഇനി ഈ ഐയുടെ കൂടെ ആരൊക്കെ ഉണ്ടാവുന്നു?
സിംഗുലർ ഫാമിലിയുടെ വീടിന്റെ ഉള്ളിലെ പിള്ളേർ ആരൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോ സിംഗുലർ ഫാമിലിയിൽ വീണ്ടും ചെന്നപ്പോ ഈ 3 മെയിൻ ആളുകളല്ലാതെ ഇവരുടെയൊക്കെ കൂടെ ഹീയുടെയും ഷീയുടെയും ഇറ്റിന്റെയും കൂടെയുള്ള കുറച്ച് ആളുകളുണ്ട്. അവരെപ്പോഴും അവരെ നോക്കണേ, ശ്രദ്ധിക്കണേ. ഒന്ന് ഹീ, അതിന്റെ ഹെൽപ്പിംഗ് വെർബ്സും ഓക്സിലറി വെർബ്സും ചിലപ്പോൾ മെയിൻ വെർബൊക്കെ ആയി വരാവുന്ന ആളുകളാണ്. ഒന്ന് ഇസ്, ഓക്കെ, ഹി ഇസ്, ഷീ ഇസ്, ഇറ്റ് ഇസ്. ഓക്കെ, പിന്നെ വരാവുന്ന ആളുകൾ അത് പാസ്റ്റിലേക്ക് പോകുമ്പോ ഈ ഇസ് എന്തായിട്ട് മാറും? ഇറ്റ്, ഹി വാസ്. ഹാവിനെ ഇവിടെ പിടിക്കലേ അത് അപ്പുറത്തെ വീടിലെത്തിയാ ഒരു വലിയ ഭൂമിയുടെ ശത്രുതയാണേ. അപ്പം ഇസിനെ വാസ് ആവാം, പിന്നെ ഷീ വാസ് ആവാം, ഇറ്റ് വാസ് ആവാം. ഇനി ഹാസ് ആരുടെ കൂടെയാ? ഹി ഹാസ്, ഷീ ഹാസ്, ഇറ്റ് ഹാസ്. ഇനി ഇതിന്റെ പാസ്റ്റ് ടെൻസ് ഏതാ വരിക? ഹി ഹാഡ്, ഹി ഹാഡ്, ഇറ്റ് ഹാഡ്. ഓക്കെ, അപ്പൊ സിംഗുലർ ഫാമിലിയിൽ എല്ലാവരും പരിചയപ്പെട്ട് കയ്യിൽ വെച്ചോളൂ. ഇനി പ്ലൂറൽ ഫാമിലിയിലേക്ക് കടന്നു പോവാം. അവരുടെ കൂടെ ആരൊക്കെ ഉണ്ടാവാന്ന് നോക്കാം. ഈ ഐ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒറ്റയ്ക്ക് കയറി ചെന്നാലും വലിയ ആളാ. ആളുടെ മാത്രം ഒരു സ്വന്തമായ ഒരു റൂമുണ്ട്. ആ റൂമിന്റെ പേര് എന്താണെന്നറിയോ? ആളത് ആർക്കും വിട്ടുകൊടുക്കില്ല. ആ വീടിന്റെ മുമ്പിലേക്ക് ചേർന്ന പേരേതാ നോക്കിയേ? ആം. യെസ്, വെരി ഗുഡ്. ആരത് ആൻസർ പറഞ്ഞ ആള്? സുബൈറാണോ? ഓക്കെ, യെസ്, വെരി ഗുഡ്. അപ്പോ ഐയുടെ റൂമിന്റെ പേര് ആം ആണ്. വേറെ എന്താ പറഞ്ഞേ? യെസ്. അപ്പോ ഐയുടെ കൂടെ എപ്പോഴും ആളുടെ റൂമില് ആം ഉണ്ടാവും. പിന്നെ അതിന്റെ പാസ്റ്റ് ഏതാ? ഐയുടെ കൂടെ ആമിന്റെ പാസ്റ്റ് ഏതാ? വാസ് ഉണ്ടാവാം. ഇനി ഐയുടെ കൂടെ ഇഷ്ടംപോലെ ആൾക്കാർ അവർക്ക്, നമ്മുടെ പാവം സിംഗുലർ ഫാമിലിക്ക് ആകെ ഒരു വാസും ഹാഡും ഹാസും മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവരുടെ കൂടെ കുറെ ആൾക്കാരാ. ആം ഉണ്ട്, വാസ് ഉണ്ട്, വേർ ഉണ്ട്, പിന്നെയോ ഹാവ് ഉണ്ട്, ഹാഡ് ഉണ്ട്. കേട്ടോ, ഈ ഹാഡും വാസും ഒക്കെ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടുന്ന ആൾക്കാരാണ്. അപ്പൊ ഒരു 2 വീട്ടിലും കാണാം നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ. ഇതുപോലെ തന്നെയാണ് യുവിന്റെ കൂടെ എന്താ ഉണ്ടാവുക? ആർ, വേർ, ഹാവ്. വിയുടെ കൂടെയോ? ആർ, ഹാവ്, യെസ്, യെസ്. അതെ. അപ്പൊ ഈ 2 ഫാമിലിയിലും കോമൺ ആയിട്ടുള്ള കുറച്ച് ആളുകൾ ഉണ്ടെങ്കിലും നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഏത് സബ്ജക്ട് ഏത് ടെൻസിൽ. ഇനി ഞാൻ ടെൻസിലേക്ക് പോകാൻ പോവാണ്. സ്പ്ലിറ്റിംഗ് നമ്മൾ നടന്നു കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ ഓരോ ഫാമിലിയിലുള്ള ആളുകളെ പരിചയപ്പെട്ടു. ഇനി നേരെ നമ്മൾ സിമ്പിൾ പ്രസന്റിലേക്ക് പോവാണ്. ഞാൻ ഒറ്റ സെന്റൻസേ പറയുള്ളൂ, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കൂട്ടിച്ചേർത്ത് പറയണം. അതില് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കൂടെ തന്നെ എല്ലാ സബ്ജക്റ്റിനെയും വെച്ച് ഒരു സിമ്പിൾ പ്രസന്റ് നിങ്ങൾക്ക് തയ്യാറാക്കാം. ഞാൻ പ്ലൂറൽ ഫാമിലിയിലേക്കാണ് കടക്കുന്നത് ഏറ്റവും ആദ്യം. അതിൽ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഐയെ തന്നെ സബ്ജക്റ്റ് ആയിട്ട് എടുത്ത് പറയാണ്. ഐ പ്ലേ. സിമ്പിൾ പ്രസന്റില് ഐ പ്ലേ എന്ന് ഞാൻ പറയുന്നു. സിമ്പിൾ പ്രസന്റില് ഐ പ്ലേ. ഈ എത്ര ടെൻസ് ഉണ്ടെന്നാ നമ്മൾ പഠിച്ചത്? ഞാൻ വെറുതെ ടെൻസിനെ കുറിച്ച് കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. എക്സാമ്പിൾ വിട്ടേക്ക്. നമുക്ക് സ്വാഭാവികമായിട്ടും പുതിയ ഗ്രാമറിൽ, അതായത് TG ഗ്രാമർ, ട്രാൻസ്ഫോർമേഷൻ ജനറേറ്റീവ് ഗ്രാമറിൽ പൊതുവായിട്ട് നോം ചോംസ്കി ഒക്കെ പറയുന്ന കാര്യം വി ഹാവ് ഓൺലി 2 ഗ്രാമർ എന്നാണ് പറയുന്നത്. അതായത് ഓൺലി സിമ്പിൾ, ഓൺലി പ്രസന്റ് ആൻഡ് പാസ്റ്റ്. ആള് ഫ്യൂച്ചർ ടെൻസിനെ അങ്ങനെ അംഗീകരിക്കുന്നില്ല. പക്ഷെ നമുക്കിത് ഇംഗ്ലീഷിന്റെ ഗ്രാമർ ടെസ്റ്റ് വരുന്ന സമയത്ത് കേട്ടറ്റ് എക്സാമിന്റെ ആൾക്കാർക്ക് ചോംസ്കിയെ കുറിച്ച് വലിയ വിവരമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അവര് എല്ലാത്തിൽ നിന്നും ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ 2 ടെൻസിനെ കുറിച്ച് മാത്രമാണ് ഇവിടെ പറയുന്നത്. ഒന്ന് സിമ്പിൾ പ്രസന്റ്, ദെൻ പ്രസന്റ്. പറഞ്ഞു, വേഗം പറഞ്ഞു. രണ്ടാമത്തെ ആളാരാ? പേരുകളൊന്നും പഠിക്കാം. വെരി ഗുഡ്. നെക്സ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ്. വെരി ഗുഡ്. നെക്സ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ്. അതായത് സിമ്പിൾ പ്രസന്റ് പറയണു, അതിനുശേഷം അതിന് തൊട്ട് താഴെയുള്ള പ്രസന്റ് കണ്ടിന്യൂസിലേക്ക് നമ്മൾ കടക്കണു. അതിനുശേഷം വലിയൊരു ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാൾ നിൽക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടുന്ന ലാസ്റ്റത്തെ പെർഫെക്റ്റിന്റെയും കണ്ടിന്യൂസും കൂടി ഒരുമിച്ച് they get married and they become in one family, that is perfect continuous. Okay, present perfect continuous. ഇത് തന്നെ പാസ്റ്റിലേക്ക് പോയാൽ വെരി നല്ല ഈസിയാണ്. ഇതിന് അങ്ങനെ തന്നെ പാസ്റ്റ് എന്നാക്കിയാൽ മതി. അപ്പോ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, ദെൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ ഒരു 8 എണ്ണം എഴുതി വെച്ചോ. നിങ്ങൾ എന്റെ ഒപ്പം എഴുതി പോകുന്നില്ലേ?
പോകുന്നുണ്ടോ? ഇങ്ങനെ പറയുമ്പോ മനസ്സിലാവായുണ്ടോ? എഴുതുന്നുണ്ട്. അല്ല, മനസ്സിലാവായി ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് പറയണം കേട്ടോ. ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ചിലപ്പോൾ ഇത് മേ ബി എനിക്ക് എന്റെ മനസ്സിൽ ഇത് ശരിക്കും ബോർഡിലും ഇതിലൊക്കെ എഴുതി തയ്യാറാക്കി നേരിട്ടെടുക്കേണ്ട ക്ലാസ് ആണ് ഇങ്ങനെ ചെയ്യുന്നത്. പാതകമാണ്, എന്നാലും പിന്നെ പറയാണ്. അപ്പൊ നമ്മൾ ഒറ്റ സെന്റൻസിന് ഡിഫറൻസ് എങ്ങനെ വരുന്നു നമുക്ക് നോക്കാം കേട്ടോ. ഒറ്റ സെന്റൻസിന് എങ്ങനെയാണ് ഡിഫറൻസ് ആയിട്ട് പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സിംഗുലർ സബ്ജക്റ്റ് എഴുതാം, ഒരു പ്ലൂറൽ സബ്ജക്റ്റ് എഴുതാം. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് അതിന്റെ എന്താ ഉണ്ടാകുന്ന നോക്കാം. അപ്പൊ പേജിന്റെ ഒരു സൈഡില് സിംഗുലർ എഴുതുക, നിങ്ങളുടെ മാർജിനിൽ നിങ്ങൾ സിംഗിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ് അങ്ങനെ എഴുതിയാൽ മതി. അപ്പുറത്ത് സിംഗുലർ സബ്ജക്റ്റും പ്ലൂറൽ സബ്ജക്റ്റും എഴുതുക. അപ്പൊ നമുക്ക് ആദ്യം സിംഗുലർ സബ്ജക്റ്റ് ആണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹി എന്തെഴുതാം? ഹി പ്ലേസ് എന്നെഴുതാം. ഹി പ്ലേസ് എന്നെഴുതാം. ഓക്കെ, കിട്ടിയോ? ഹി പ്ലേസ് എന്ന് എന്തുകൊണ്ടാ പറഞ്ഞേ? സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മള് ഹി എന്നുള്ളത് സിംഗുലർ ആണ്. ഇപ്പൊ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഹി ഒരു പാവം ഒറ്റയ്ക്ക് നിൽക്കുക. അപ്പൊ ആളുടെ കൂടെ വെർബ് മാത്രമായിട്ട് നിർത്തിയാൽ പോരാ, വെർബിന് ഒരു താങ്ങൊക്കെ കൊടുക്കണം. അപ്പൊ ആരാ കൂടുതൽ എപ്പോഴും കൂടെ ഉണ്ടാവുകയെന്ന് വെച്ചാല് ഹി പ്ലേസ്. സിമ്പിൾ പ്രസന്റില് ഹി പ്ലേസ് എന്ന് എഴുതുന്നു. സിംഗുലറിൽ ഹി പ്ലേസ് എന്ന് എഴുതുമ്പോ അപ്പുറത്ത് പ്ലൂറലില് നിങ്ങൾ ഐ ആണ് എടുക്കുന്നതെങ്കിൽ എന്താ എഴുതുക? ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളാണ് ഈ പ്ലൂറൽ ഫാമിലി മൊത്തം. അവര് കൂടെ ഒരാളെ ആവശ്യമില്ല. അപ്പൊ എന്താ വരിക? ഐ പ്ലേ, യു പ്ലേ, വി പ്ലേ. മനസ്സിലാവുണ്ടോ? ദേ പ്ലേ. അപ്പുറത്തോ ഹി പ്ലേസ്, ഹി പ്ലേസ്, ഇറ്റ് പ്ലേസ് എന്ന് അങ്ങനെ സാധാരണ പറയാലോ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോ ഒരു സിമ്പിൾ പ്രസന്റ് ഫാമിലിയിലും തന്നെ നമുക്ക് സിംഗുലർ ആണ് സബ്ജക്റ്റ് എങ്കിൽ അതിന്റെ കൂടെ എപ്പോഴും ഡസ് ഫോം ആഡ് ചെയ്യണം. നിങ്ങൾക്ക് ചിലപ്പോ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരും. അത് നമുക്ക് ക്വസ്റ്റ്യനുകളിലേക്ക് പിന്നെ പോവാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സെയിം സെന്റൻസ് തന്നെ കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താ വരിക? സിംഗുലറിൽ എന്തൊക്കെയാ വരിക? നമ്മൾ നേരത്തെ എഴുതി വെറുതെ ഇസ് വാസ് ആൾക്കാരെ എന്ന് വെറുതെ എഴുതിയില്ല. നമ്മളിപ്പോ പ്രസന്റ് മാത്രമാണ് പറയുന്നത്. യെസ്, ഒരാൾ പറഞ്ഞോ. കണ്ടിന്യൂസ് ആണോ പറയേണ്ടത്? കണ്ടിന്യൂസ്, കണ്ടിന്യൂസ്. സിമ്പിൾ പ്രസന്റ് കഴിഞ്ഞു, കണ്ടിന്യൂസിൽ കിടന്നു. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരാള് അതിന്റെ പ്ലൂറൽ ഫാമിലി എന്ന് പറയൂ. പ്ലൂറൽ എന്താ വരിക? ഓക്കെ, ദേ ആർ പ്ലേയിങ്. പറഞ്ഞു, ശരിയാ. ദേ ആർ പ്ലേയിങ്, വി ആർ പ്ലേയിങ്, യു ആർ പ്ലേയിങ്. അയ്യോ, ഐക്ക് ശ്രദ്ധിക്കണേ. ഐ ആർ പ്ലേയിങ് എഴുതരുത്. ചിലപ്പോ പരീക്ഷയ്ക്ക് വരുന്നത് എറർ അനാലിസിസ് വരും. അതിലൂടെ ആറൊക്കെ ഇട്ടിട്ട് അങ്ങ് ചോദിക്കും. ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ എവിടെ ചോദിക്കാം? നിങ്ങളുടെ ക്വസ്റ്റ്യൻ ടാഗിലും ചോദിക്കാം. ഐ ആം പ്ലേയിങ് എന്താ ക്വസ്റ്റ്യൻ ടാഗ് ചോദിക്കുമ്പോൾ നമ്മൾ ആമിന്റെ എഴുതും. തെറ്റാണ്, ശ്രദ്ധിക്കണം. അപ്പോ ഇനി നമ്മള് കണ്ടിന്യൂസ് അപ്പൊ മനസ്സിലായോ എല്ലാവർക്കും? നിങ്ങൾക്ക് എനിക്കറിയാം ഗ്രാമർ ഇങ്ങനൊന്നും പഠിപ്പിക്കുന്നത് തീരെ ശരിയല്ലാന്ന്. മനസ്സിലാവാറുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പൊ നമ്മൾ സിമ്പിൾ പ്രസന്റ് കഴിഞ്ഞു, പ്രസന്റ് കണ്ടിന്യൂസ് കഴിഞ്ഞു. ഇനി അടുത്തത് പെർഫെക്റ്റ് ഫോമിലേക്ക് പോവാണ്. ആളെപ്പോഴും പെർഫെക്റ്റ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരുടെ കണ്ടിന്യൂസിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നുകിൽ ആം അല്ലെങ്കിൽ ആർ. ഇത് രണ്ടും വെച്ചിട്ട് ING ആളുടെ ക്ലോസ് ഫ്രണ്ട് ആണ്. കണ്ടിന്യൂസ് ഉണ്ടാവണമെങ്കിൽ അവിടെ ING ഉണ്ടാവണം. ING ഇല്ലെങ്കിൽ കണ്ടിന്യൂസ് ഇല്ല. രണ്ടുപേരും അങ്ങനെയാണ്, സോൾമേറ്റ്സ് ആണ് കേട്ടോ. അത് ശ്രദ്ധിക്കുക. പെർഫെക്റ്റിന് ഇതുപോലെ തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, അത് ഹാവ് ഓർ ഹാവ് എപ്പോഴും ഉണ്ടാവും, അല്ലെങ്കിൽ ഹാസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എന്താ പറയാ? അപ്പൊ എന്താ വരിക? V3. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിങ്ങനെ ഗ്രാമാറ്റിക്കൽ റൂൾസിലൂടെ ഒരുപാട് പോകണ്ട. നമ്മൾ സെൻസിബിൾ ആയിട്ട് അങ്ങനെ ആലോചിച്ച് പറഞ്ഞു നോക്കൂ. എപ്പോഴും ഈ ED ഫോംസ് സാധാരണ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ പ്രസന്റിൽ എങ്ങനെയാ വരികയെന്ന് തോന്നും. പക്ഷെ ഹാവ് വന്ന് കഴിയുമ്പോൾ അതിന് പ്രസന്റിന്റെ സെയിം ഇഫക്റ്റ് ആണ് കിട്ടുക. അതുകൊണ്ടാണ് ആ ED ഫോം അതിൽ V3 വന്നത് കേട്ടോ. അപ്പം ഈ സിംഗുലർ ഫാമിലി ഒന്ന് പറയൂ. പെർഫെക്റ്റിൽ എന്താ വരിക? He has played. വെരി ഗുഡ്. പിന്നെ she has played. She has played. ഓക്കെ, ഇത് ഇവിടെ നിൽക്കട്ടെ. നമുക്ക് ഇതിന്റെ കൂടെ ശരിക്കും പറയാൻ പാടില്ല, കാരണം അതൊരു ഇനാനിമേറ്റിനെ കുറച്ചും കൂടി കാണിക്കുന്നോണ്ടാണ്. ഇനി പ്ലൂറൽ ഫാമിലിയിൽ എന്തൊക്കെ വരും?
I have played. ആ എന്തുകൊണ്ട് അവിടെ ഐ ഹാസ് പ്ലേഡ് വന്നില്ല? നിങ്ങൾ ശ്രദ്ധിക്കണേ അത് കേട്ടോ. ഹാസ് ഒരിക്കലും പറയില്ല, ഹാവ് തന്നെയാണ് അവിടെ വരിക. ഐ ഹാവ് പ്ലേഡ്. ആ പിന്നെ യു ഹാവ് പ്ലേഡ്, They have played. We ഐ have ഹാവ് played. പ്ലേഡ് ആൻഡ് ദേ ഹാവ് പ്ലേഡ് കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞു. ഇനി വളരെ ഈസിയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടുത്തത് ഈ രണ്ടും കൂടി ഒരുമിച്ചുള്ളതാ. ഈ പെർഫെക്റ്റും കണ്ടിന്യൂസും കൂടി ഒരുമിച്ച് ചേരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ വരിക? I have been. ആ അതെന്തുകൊണ്ടാന്ന് വെച്ചാല് ഇവർ രണ്ടുപേരും കൂടി കൂട്ടി യോജിപ്പിക്കില്ലേ, എന്തെങ്കിലും ഒരു ആധാരോ എന്തെങ്കിലും ഒരു തെളിവോ ആധാർ കാർഡൊക്കെ വേണ്ടേ? ഈ ആധാർ കാർഡാണ് ഈ ബീൻ കേട്ടോ. ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോയാൽ ദാറ്റ് ഈസ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഒരുമിച്ച് ഒന്നുമില്ലാണ്ട് പോവില്ല, തല്ലൂടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന്റെ ഇടയിൽ എന്ത് ചെയ്തു? ഒരു ബീനെ കൂട്ടിച്ചേർത്തു. പിന്നെ അതിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന രണ്ട് കുട്ടികളുണ്ട്. ഇവര് ING form. ഇപ്പൊ കല്യാണം കഴിഞ്ഞോളൂ. രണ്ട് പിള്ളേര് എപ്പോഴും കൂടെ ഉണ്ടാവും, ഏതെങ്കിലും ഒരാള്. അതാരൊക്കെയാ? I have been playing. ING form of the verb. ആരാ? ING form of the verb. അത് കണ്ടിന്യൂസിന്റെ സ്വന്തം ആളാ. ഇവരുടെ കൂടെ രണ്ട് പിള്ളേര് ഇടയ്ക്കുണ്ടാവും. അതാരാന്നറിയോ? നിങ്ങൾക്ക് ചിലപ്പോ പരീക്ഷയ്ക്ക് എറർ അനാലിസിസിൽ വരുന്നതാണ്. അത് ഒന്ന് സിൻസ് ആണ്, മറ്റേത് സിൻസും ഫോറും. എന്താ ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം? Specify the time കാണിക്കൂലേ? അതന്നെ, അതാണ്. ചന്ദ്രമാഷാണോ എന്താ പേര്? ചിന്നക്കുട്ടൻ മാഷ്. ചിന്നക്കുട്ടൻ. ചിന്നക്കുട്ടൻ മാഷ്. മാഷ് ഭയങ്കര ഗ്രമേറിയനാണ്. എനിക്ക് ക്ലാസ് എടുക്കാൻ ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. മാഷ് നന്നായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിൻസ് എക്സാക്ട് ആയിട്ടുള്ള ടൈം, അതായത് നമ്മുടെ ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പൊ കളിക്കാൻ ഐ ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് സിൻസ്, മനസ്സിലായോ? മുതൽ തുടങ്ങി കറക്റ്റ് ഷാർപ്പായിട്ട് 9 AM എന്ന് പറയാൻ മാത്രമേ പറയാൻ പാടുള്ളൂ. അല്ല, ഞാനിപ്പോ 2 മണിക്കൂറോളം ആയി എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? ഐ ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് ഫോർ 2 hours. കണ്ടോ? ആ രീതിയിൽ എപ്പോഴും ഒരു സിൻസും ഫോറും ചേർത്തിട്ടാണ് നമ്മുടെ പെർഫെക്റ്റ് കണ്ടിന്യൂസ് പറയാം. അപ്പൊ നമ്മുടെ പ്രസന്റ് ടെൻസ് പഠിച്ചു. ഇത് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? എന്തുകൊണ്ട് എങ്ങനെ വന്ന ഈ ടീച്ചർ എന്തൊക്കെയോ വിളിച്ചു പറയണമെന്ന് തോന്നിയാ? കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റ പ്രാവശ്യം കൂടി ഓടിച്ചു പറയാം. സിൻസ് ഒന്നും കൂടെ പറയൂ. സിൻസ് എന്ന് പറഞ്ഞാല് ഒന്ന് ശ്രദ്ധിക്കണേ, നമ്മളിത് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ്. അതായത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും സിൻസും ഫോറും, അതായത് ഇവര് രണ്ടുപേരും കൂടുമ്പോ അവരുടെ 2 കുട്ടികളാന്ന് ആലോചിച്ചാൽ മതി. രണ്ടുപേരും കൂടുന്ന ടെൻസിൽ 2 കുട്ടികൾ കൂടി ഉണ്ടെന്ന് മനസ്സിൽ വിചാരിക്കുക. അതായത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഐ ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് ഫോർ 2 hours എന്ന് പറയാം. അതായത് അല്ലെങ്കിൽ ഫോർ 10 hours, ഫോർ 5 hours, അങ്ങനെ. അതായത് പ്രത്യേകിച്ച് എക്സാക്ട് ടൈം ഒന്നുമില്ല. ഞാൻ 5 മണിക്കൂറോളമായി, 2 മണിക്കൂറോളമായി എന്നൊക്കെ പറയണമെങ്കിൽ, ഇതിപ്പോ നിങ്ങളുടെ ക്ലാസ്, ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 മണിക്കൂറിലോളമായി. ഐ ഹാവ് ബീൻ സ്റ്റാർട്ടിങ് മൈ ക്ലാസ് ഫോർ ഹാഫ് ആൻ അവർ, അങ്ങനെയൊക്കെ പറയില്ലേ? പക്ഷേ അങ്ങനെ ആ രീതിയിൽ ഏകദേശം ആയി എന്ന് പറയാനാണ് ഫോർ ഉപയോഗിക്കുക. സിൻസ് എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ബീൻ സ്റ്റാർട്ടിങ്, ഐ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് സിൻസ് 8 PM. മനസ്സിലായോ? കൃത്യമായി ഞാൻ തുടങ്ങിയ സമയം ഇന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ പരീക്ഷയ്ക്ക് ഈ സിൻസും ഫോറും തെറ്റിച്ചൊക്കെ തരും, ഇതിലേതാണ്. അപ്പൊ നിങ്ങൾ അവിടെ നോക്കിയിട്ട് വയ്ക്കുന്ന ഒരു രീതി മനസ്സിലാക്കണം. എക്സാക്ട് എന്ന് വെച്ചാൽ സിൻസ് എന്ന് പറഞ്ഞാല് എക്സാക്ട് ആണ്, ഭയങ്കര പെർഫെക്റ്റാ. അപ്പൊ പെർഫെക്റ്റിന്റെ ആള് സിൻസും ആണ്, തുടർന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ആള് കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഫോർ കണ്ടിന്യൂസിന്റെ മോനും പെർഫെക്റ്റിന്റെ മോനാണ് സിൻസ് എന്ന് ഇങ്ങനെ ആലോചിച്ചാലും കുറച്ച് കിട്ടും, ഉറപ്പിച്ച് ഇങ്ങനെ പറയുന്ന ആൾക്കാരെ. ഓക്കെ, കിട്ടിയോ? അപ്പൊ നമ്മള് സിമ്പിൾ പ്രസന്റ് കഴിഞ്ഞു കേട്ടോ. സിമ്പിൾ പ്രസന്റ് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മള് ഏതൊക്കെയാണ് ആദ്യം നോക്കേണ്ടത്? പ്ലൂരൽ സബ്ജക്റ്റ് ആണോ ഒപ്പം സിംഗുലർ സബ്ജക്റ്റ് ആണോ നോക്കണം. പ്രസന്റ് ആണെങ്കിൽ ഇസ് മാത്രമേ അപ്പുറത്ത് വരുള്ളൂ, അല്ലെങ്കിൽ ഹാസേ വരുള്ളൂ. ഇപ്പുറത്താണെങ്കിൽ ഈ സമയത്ത് ആം, ആർ, ഹാവ്, 3 എണ്ണാണ് പ്ലൂരൽ ഫാമിലിയിൽ വരുള്ളൂ. ഈ ഡിഫറൻസ് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് ഇതന്നെ സെയിം പാസ്റ്റിലേക്ക് പോയാൽ, പ്ലേ തന്നെ വെർബ് വെച്ച് പോയാൽ എന്താ പറയാ, അത് കുറച്ചുകൂടി ഈസിയാണ് കേട്ടോ. പാസ്റ്റിലേക്ക് പോയാൽ വളരെ ക്വിക്ക് ആയിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ സിംഗുലർ ഫാമിലിയിൽ എന്താ വരിക? പാസ്റ്റ് ടെൻസില് സിമ്പിൾ പാസ്റ്റിൽ എന്താ വരിക? ഹി പ്ലേഡ്. കണ്ടോ? ഇത്രേ ഉള്ളൂ, ഒന്നും ആലോചിക്കാനില്ല. ഹി പ്ലേഡ്. ദെൻ കണ്ടിന്യൂസ് ആണെങ്കിലോ He was playing. he was playing, you
യു ആണെങ്കിലോ You were യു playing. വേർ പ്ലേയിങ്. Playing. ഓക്കെ. ഐ ആണെങ്കിലോ I was playing. കണ്ടോ, ഈസ്റ്റ് ഐ ഈസ്റ്റ് എന്ന് പറയില്ലാന്നേ ഉള്ളൂ, പക്ഷെ പാസ്റ്റ് ടെൻസിൽ വാസ് ഉപയോഗിക്കും കേട്ടോ, അത് ശ്രദ്ധിക്കണം കേട്ടോ. ഐ വാസ് പ്ലേയിങ്. ദെൻ പെർഫെക്റ്റ്. പെർഫെക്റ്റ് ആണെങ്കിലോ, പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ He had played. Had. ഹി ഹാഡ് പ്ലേഡ്. ദെൻ ഒരു I have ഐ I ഹാഡ് had പ്ലേഡ്. played. ഓക്കെ, എല്ലാത്തിനും ഹാഡ് മാത്രമേ ഉള്ളൂ, അവിടെ പ്രശ്നമില്ല. ദെൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലോ He had been playing. ഐ ഹാഡ് ബീൻ പ്ലേയിങ്. പോരട്ടെ, He had പണ്ട് been പിള്ളേര് playing. പിണങ്ങൂലേ, Hmm. പറ. He had been playing. He ഓക്കെ, had ഐ been. ഹാഡ് ബീൻ പ്ലേയിങ്. He had been playing. She had been playing. ഫോറൊക്കെ എവിടെ, For മറന്നുപോയോ? I have been playing since 2 p.m. until സിൻസ് 2 PM. ഓക്കെ, മറ്റേ ആള് ഫോർ വെച്ച് പറ, ഒരാള്. they had been playing for Ah. 6 hours. ഓക്കെ, യെസ്. ഞാൻ ഇതിവിടെ നിന്നോട്ടെ കേട്ടോ, ഇത് നമുക്ക് പിന്നീട് ഉപയോഗിക്കേണ്ടി വരും. ഈ ടെൻസ് ഇല്ലാതെ നമുക്ക് ഏകദേശം ഒരു 10 ഗ്രാമർ പഠിക്കാൻ പറ്റില്ല. ഈ ഒരു 8 ഇത് ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരേ ടെൻസിൽ നിന്ന് വരുന്ന വ്യത്യാസങ്ങളൊന്ന് നോക്കി വെക്കണം. എനിക്കറിയാം ക്ലാസ്സിൽ നിന്ന് ഒരിക്കലും ഒരു 50% നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇതിന്മേ ഒരു വർക്കൗട്ട് ചെയ്തിട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നീട് പറയാം. ഇതിന്റെ ബേസ് ചെയ്തിട്ട് തന്നെ ഇതേ ടെൻസ് ഫോമിലേക്ക് തന്നെ കടന്നുകൊണ്ട് നിങ്ങൾക്ക് വരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങൾക്ക് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് വരില്ലേ എക്സാമിന്? ഇല്ലേ? വരും. അപ്പൊ അങ്ങനെ വരുമ്പോ എങ്ങനെയാണ് ഈ ടെൻസിൽ നിന്നുള്ള കളി എങ്ങനെയാ സംഭവിക്കണേ എന്നുള്ളതാണ് നമ്മൾ നോക്കണേ. ഈ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് എന്ന് പറഞ്ഞാലേ ഒരു ഹീറോ റിസീവർ ഗെയിമാണ്. ഒരാള് ഹീറോ ആയിരിക്കും, മറ്റേ ആള് റിസീവ് ചെയ്യുന്ന ആളായിരിക്കും. ഹീറോ ആയിരിക്കുന്ന ആളായിരിക്കും എപ്പോഴും സബ്ജക്ട്, അതായത് ആക്റ്റീവ് വോയിസിൽ സബ്ജക്ട് ഹീറോ ആയിരിക്കും. പക്ഷെ അപ്പുറത്തെ പാസീവ് വോയിസിലേക്ക് പോകുമ്പോൾ ഹീറോ, അതായത് നിങ്ങൾക്ക് വരാനുള്ള ക്വസ്റ്റ്യൻസ് ഈ രീതിയിലാണ്. ചിലപ്പോൾ പാസീവ് വോയിസ് വന്നിട്ട് ആക്റ്റീവ് വോയിസ് ആക്കാൻ പറയും, അല്ലെങ്കിൽ ആക്റ്റീവ് വോയിസ് വന്നിട്ട് പാസീവ് വോയിസ് ആക്കിയാൽ എങ്ങനെയാണ്, ഏതാണ് ശരിയാണെന്ന് നോക്കാം. നമുക്ക് ചെറിയൊരു ഈ ഒരു സെൻസ് ഇപ്പൊ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലേ നിങ്ങൾക്ക് ആ ഓപ്ഷൻ എടുത്ത് എഴുതാൻ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. അപ്പൊ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഒബ്ജക്റ്റ് ഇല്ലാത്ത ഒരു സെന്റൻസിൽ നമുക്ക് ആക്റ്റീവ് പാസീവ് വോയിസ് വരില്ല. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഡയറക്റ്റ് ഒബ്ജക്റ്റ് കൊണ്ട് ഇപ്പം അത് ഞാൻ പറഞ്ഞുതരാം. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഈ ഹീറോനോട് ഇങ്ങനെ ചോദിക്കുകയാണ് എന്ത്, ഞാനൊരു എക്സാമ്പിൾ പറയാം. ദ ബോയ് കിക്ക്ഡ് ദ ബോൾ. ദ ബോയ് കിക്ക് ദ ബോൾ. കിട്ടിയോ? ദ ബോയ് കിക്ക് ദ ബോൾ. അപ്പൊ ഞാൻ ഇവിടുത്തെ ഹീറോ ആരാ? Boy. സബ്ജക്റ്റ് ബോയ് ആണ്. അപ്പൊ ഞാൻ ആ സബ്ജക്റ്റിനോട് ചോദിക്കുകയാണ്, സബ്ജക്റ്റിനോട് ചോദിച്ചു ഹൂ ഡിഡ് ദ ആക്ഷൻ. ആരെവിടെ ആക്ഷൻ ചെയ്തത്? ഇവിടെ ആരാ ആക്ഷൻ ചെയ്തത്? Boy. Boy. അതായത് ബോയ് ആക്ഷൻ ചെയ്തത് കൊണ്ട് എന്തായി? ബോയ് ഹീറോ ആയി അല്ലേ? ആക്ഷൻ ചെയ്ത ആളെ നമ്മൾ ഹീറോ എന്ന് വിളിച്ചു, ദാറ്റ് ഈസ് സബ്ജക്ട്. ഇനി ഹു റിസീവ്ഡ് ദ ആക്ഷൻ, ആര് റിസീവ് ചെയ്ത? Boy. ആ റിസീവ് ചെയ്ത ആള് നമ്മൾ റിസീവർ എന്ന് വിളിക്കണു. ആ ആളാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ് ആയിട്ട് വരിക. അപ്പൊ ആക്ഷനോട് ചോദിച്ചാൽ മതി ആര് ചെയ്തു, എങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുമ്പോ ദാറ്റ് ഈസ് വാട്ട്, എന്താണ് ചെയ്തത് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ഒബ്ജക്റ്റിനെ വളരെ കൃത്യമായിട്ട്, ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടോ അതിനെ കുറിച്ചൊന്നും ഇപ്പൊ നോക്കണ്ട. അപ്പൊ ആക്ഷൻ, റിസീവ് ദ ആക്ഷൻ ആണ് റിസീവർ ആയിട്ട് വരുന്നത്. അപ്പൊ ആക്റ്റീവ് വോയിസിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ആക്റ്റീവ് വോയിസിൽ എപ്പോഴും ഹീറോ ആയിരിക്കും ആദ്യം വരുന്നത്. ദ ബോയ് കിക്ക് ദ ബോൾ, ഇവിടെ ആക്ഷൻ ചെയ്ത ആള് ബോയ് ആണ്, അപ്പൊ അവൻ ആദ്യം വന്നു. പാസീവ് വോയിസിൽ റിസീവർ ആയിരിക്കും ആദ്യം വരിക, അത് സ്വീകരിച്ച ആള്, ആ ആക്ഷൻ സ്വീകരിച്ച ആള് ആരാണോ ബോൾ, ആ ബോൾ ആയിരിക്കും ആദ്യമായിട്ട് വരിക. ടെൻസിൽ ഒരു ചേഞ്ചും സംഭവിക്കില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസിലും വരുന്ന വ്യത്യാസം നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെൻസ് ഫോം നോക്കണം. ടെൻസ് ഫോം ഇവിടെ കിക്ക്ഡ് ആണ് നമ്മുടെ വേർബ് അല്ലെ? വേർബ് ഏതാ ടെൻസ്? Past tense. പാസ്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ അതിന്റെ ബിയുടെ പാസ്റ്റ് ഫോം ആണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. ഈ ബോയ്, ദ ബോയ് കിക്ക് ദ ബോളില് ആരാ ഒബ്ജക്റ്റ്? Ball. ബോൾ. അപ്പൊ നമ്മൾ ആദ്യം ബോളിനെ ഇങ്ങോട്ട് എടുത്തു, ആദ്യം എടുത്തു. അപ്പോ ദ ബോൾ അല്ലേ? ദ ബോൾ. ഇനി കിക്ക്ഡിനെ നമ്മൾ പാസ്റ്റിന്റെ ബി ഫോം ആക്കി മാറ്റിയാണ്. അപ്പൊ എന്താ വരിക? ബിക്ക് കുറെ ഫോം ഉണ്ട്. ഇസ് ഉണ്ട്,
വാസ് ഉണ്ട്. ഇസും വാസും ഉണ്ട്. അപ്പൊ കിക്കഡിന് വാസ് എടുത്തു. കാരണം ബോൾ എന്ന് പറയുന്നത് ഒരു പ്ലൂരൽ അല്ലല്ലോ. നേരത്തെ പറഞ്ഞ പോലെ സിംഗുലർ ഫാമിലി അല്ലേ, ഒറ്റയ്ക്കല്ലേ, ഇറ്റ് അല്ലേ, മനസ്സിലായോ? ഇറ്റ് ഫാമിലിയിലല്ലേ വരിക. അപ്പൊ അതുകൊണ്ട് നമ്മള് വാസ് എടുത്തു. ദ ബോൾ വാസ്. പിന്നെ ഒന്നും നോക്കണ്ട, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്. 3 ഫോം ആണല്ലോ ഓരോ വെർബിന് ഉണ്ടാവുക. കിക്ക്, കിക്ക്ഡ്. അപ്പൊ PP ഏതാ? കിക്ക്ഡ് ആണ്. അപ്പൊ ദ ബോൾ was was kicked by the boy. ഇത്രയുള്ളൂ. ഈ ബൈ എപ്പോഴും ഒരു ഏജൻസിയാണ്. ഇതിന്റെ ഭാഗമായിട്ട് എപ്പോഴും നമ്മൾ ചേർക്കേണ്ട ഒരു സംഭവമാണ്. അപ്പൊ ആക്റ്റീവിൽ എപ്പോഴും എന്താ വരിക, ഒരു സബ്ജക്റ്റും വേർബും ഒബ്ജക്റ്റും ഉണ്ടാവുള്ളൂ. പക്ഷെ പാസീവിലേക്ക് പോകുമ്പോ എപ്പോഴും നമ്മള് ആ വേർബ് നോക്കിയിട്ടുള്ള ഒരു ബി ഫോമും കൂടി ആഡ് ചെയ്ത് V3 ആഡ് ചെയ്ത് ബൈയും കൂടി ചേർത്താൽ അത് പാസീവായിട്ട് മാറുകയാണ്. ഇപ്പോ ഒരു എക്സാമ്പിൾ, നമ്മൾ ഇനി നേരത്തെ വീണ്ടും നമ്മൾ സിമ്പിൾ പ്രസന്റിലേക്ക് പോവാണ് കേട്ടോ. സിമ്പിൾ പ്രസന്റിൽ പോകുമ്പോ എങ്ങനെ, സിമ്പിൾ പാസ്റ്റിൽ പോകുമ്പോ എങ്ങനെ, അത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഒന്ന് എല്ലാവരും എഴുതണേ. ആദ്യം സിമ്പിൾ പ്രസന്റ് ആണ് ഞാൻ പറയാൻ പോണത്. അതിന്റെ ആക്റ്റീവും പാസീവും എന്താന്ന് പറയണം, നിങ്ങൾ പറയണേ. ഞാൻ ദ ടീച്ചർ ടീച്ചസ് ഇംഗ്ലീഷ്. ദ ടീച്ചർ ടീച്ചസ് ഇംഗ്ലീഷ്. ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആക്റ്റീവ് ഫോം. ഇതിനെ നിങ്ങൾ എങ്ങനെയാ പാസീവ് ആക്കുക? ആദ്യം ഹീറോ ആരെവിടെ? ഇംഗ്ലീഷ്. ഓക്കെ. ഇനി റിസീവർ ടീച്ച് ചെയ്തത് ആരാ? റിസീവ് ചെയ്തേ? അല്ല, ആർക്കാ? ആരാ? ഇംഗ്ലീഷ്. ആര്? ഇംഗ്ലീഷ്. അതെ, വാട്ട് ടീച്ച്, ഇംഗ്ലീഷ് ടീച്ച് ചെയ്തു. അപ്പൊ ഒബ്ജക്റ്റ് കിട്ടി. ഏറ്റവും അവസാനമായിരിക്കും എപ്പോഴും ഒബ്ജക്റ്റ്. അതിനെ കുറിച്ച് വല്ലാണ്ട് വേവലാതിപ്പെടണ്ട. അപ്പൊ ഇംഗ്ലീഷിന്റെ ആദ്യം മുമ്പിലേക്ക് എടുത്തു, ഇംഗ്ലീഷ്. ഇനി ഏതാ ഫോം നോക്കിയേ? നോക്കിയ ടീച്ചേഴ്സ് ആണ്. അപ്പൊ ഏതാ അതിന്റെ ടെൻസ്? പ്രസന്റ് ആണെങ്കിൽ ഒന്നും നോക്കാലോ. അപ്പൊ എന്താ പറയാ, ഇംഗ്ലീഷിനെ നോക്കിയാൽ മതി, സിംഗുലർ ആണ് അല്ലേ. എന്ത് ചെയ്തു? ഇംഗ്ലീഷ് വേണോ? ഇംഗ്ലീഷ് ഈസ്. ഇനി ടീച്ചേഴ്സിന്റെ അത് കുറച്ച് ഒന്ന് വായിക്കേണ്ടി വരും. ടീച്ച്, ടോട്ട്, ടോട്ട് അല്ലേ, അങ്ങനെയല്ലേ വരുന്നേ? അപ്പൊ ഇംഗ്ലീഷ് ഈസ് ടോട്ട് ബൈ ദ ടീച്ചർ എന്ന് വരും. ഇംഗ്ലീഷ് ഈസ് ടോട്ട് ബൈ ദ ടീച്ചർ. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? ഇംഗ്ലീഷ് ഈസ് ടോട്ട് ബൈ ദ ടീച്ചർ. ഇതിന്റെ ആക്റ്റീവ് ഫോം ഏതാന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ ഇത് എങ്ങനെ എഴുതുക? അപ്പൊ ഈ ടീച്ചറിനെ ഇങ്ങനെ എടുത്ത് വെക്കുക, ദ ടീച്ചർ. ഈ ടോട്ട് നോക്കുക, ടോട്ടിന്റെ പ്രസന്റ് ഫോം ആക്കുക. മനസ്സിലായോ? ടോട്ടിന്റെ, കാരണം ഇസ് ആണല്ലോ ഇവിടെ വന്നത്, എന്തായാലും അതിന്റെ പ്രസന്റ് ഫോം ആയിരിക്കുള്ളൂ. ദ ടീച്ചർ ടീച്ചേഴ്സ്. പിന്നെ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല, ബി ഫോം ഒന്നും അങ്ങോട്ട് കൊടുക്കണ്ട. അപ്പൊ ഇംഗ്ലീഷ് കേട്ടോ. അങ്ങനെ നോക്കിയിട്ട് പഠിക്കണം കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണേ. ഞാൻ ഇനി പ്രസന്റ് കണ്ടിന്യൂസിലേക്ക് പോവാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും, എളുപ്പമാണ്. ദ ടീച്ചർ ഈസ് ടീച്ചിങ് ഇംഗ്ലീഷ്. അതെങ്ങനെയാ മാറാ? നേരത്തെ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കണം. ഇതില് നമ്മൾ എപ്പോഴും കണ്ടിന്യൂസിലെ പാസീവ് വോയിസ് വരുമ്പോ നമ്മൾ ചേർക്കുന്നത് ബീയിങ് ആണ്, ബീയിങ് ആണ് കേട്ടോ. ഇനി പെർഫെക്റ്റിന് എപ്പോഴും കൂടെ ഉണ്ടാവുന്നത് ബീനാണ്. ഓക്കെ, ബീയിങ് ആണ് കണ്ടിന്യൂസിന്, ബീനാണ് പെർഫെക്റ്റിന് വരിക. അങ്ങനെയാണെങ്കിൽ ദ ടീച്ചർ ഈസ് ടീച്ചിങ് ഇംഗ്ലീഷ്. അപ്പൊ ഇംഗ്ലീഷ് എടുത്തു, നമുക്കിത് മനസ്സിലായി. അവിടെ ഈസ് ടീച്ചിങ് എന്ന് വന്നിട്ടുണ്ട്, അപ്പൊ അത് പ്രസന്റ് ഫോം ആണെന്ന് മനസ്സിലായി. പക്ഷെ എനിക്ക് ബി ഫോമും കൂടെ ചേർക്കണല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? പിന്നെ ING ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പേ, കണ്ടിന്യൂസിന്റെ ഭയങ്കര ഫോൾമേറ്റ് ആണ്. അപ്പൊ ഇംഗ്ലീഷ് ഈസ് ബീയിങ്. പിന്നെ V3 ഒരു ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ ഒരു വ്യത്യാസമില്ല. ടോട്ട് ബൈ ദ ടീച്ചർ. ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് അറിയാം, എന്നാലും പറയാണ്ട് പറ്റില്ലല്ലോ. ഇംഗ്ലീഷ് ഈസ് ബീയിങ് ടോട്ട് ബൈ ദ ടീച്ചർ. ഓക്കെ. ഇനി പ്രസന്റ് പെർഫെക്റ്റ് തരികയാണേ. അപ്പൊ നേരത്തെ ശ്രദ്ധിക്കേണ്ടത്, പ്രസന്റ് കണ്ടിന്യൂസിന് നമ്മള് ബീയിങ് ആണ് ചേർക്കണേ, ഇവിടെ ബീൻ ആണ് ചേർക്കണേ. അപ്പൊ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ദ ടീച്ചർ ഹാസ് ടോട്ട് ഇംഗ്ലീഷ്. ഈ സെന്റൻസ് കണ്ട അപ്പൊ തന്നെ മനസ്സിൽ വരണം. ആദ്യം നമ്മുടെ അറ്റത്തെ ആളെങ്കിലും പിടിച്ചു, ഇംഗ്ലീഷിനെ പിടിച്ചു. പിന്നെ ഹാസിന് ഒരു വ്യത്യാസവും വരുത്തണ്ട, ഹാസ് അങ്ങനെ തന്നെ എടുത്തെഴുതി. ഇംഗ്ലീഷ് ഹാസ്, ദെൻ ബീനാണ് ഇവരുടെ ഒരു മാസ്റ്റർ പീസ്. Been then taught by the teacher. English has been taught. English has been taught by the teacher എന്നുള്ളതിന്റെ ആക്റ്റീവ് വോയിസ് ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? വീണ്ടും ഈ അറ്റത്തിലേക്ക് പോവാ. The teacher has taught English. എപ്പോഴും അങ്ങോട്ട് മറിച്ച് തിരിച്ച് പഠിച്ചോളൂ. മിക്കവാറും ചിലപ്പോൾ പാസീവ് വോയിസിൽ നിന്ന് ആക്റ്റീവ് വോയിസ് ആക്കാനായിരിക്കും വരുന്നുണ്ടാവുക.
ഇനി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇതില് പാസീവ് വരില്ല കേട്ടോ. പഠിക്കണ്ട കേട്ടോ. ഇനി കണ്ടോ വെറും 3 ഉള്ളൂ പഠിക്കാൻ. 6 പഠിച്ച ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് കഴിഞ്ഞു. ഞാൻ സിമ്പിൾ ഫാസ്റ്റ് എണ്ണം പറയാം, അപ്പൊ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും. സിമ്പിൾ ഫാസ്റ്റ് ദ ടീച്ചർ ടോട്ട് ഇംഗ്ലീഷ്, സെയിം സെന്റൻസ് മാറ്റിയാൽ അപ്പൊ എന്താ വരിക? ഇംഗ്ലീഷ് എടുത്തു, ഇംഗ്ലീഷിന്റെ എടുത്തു, ഇംഗ്ലീഷ് നമ്മൾ നോക്കിയപ്പോ ടോട്ട് ആണ് വന്നിരിക്കുന്നത്, പാസ്റ്റ് ടെൻസ് ആണ് മനസ്സിലായി. അപ്പൊ ഇംഗ്ലീഷ് നീസ് കൊടുക്കാൻ പറ്റില്ല, അപ്പൊ വാസ് കൊടുത്തു. ദെൻ ടോട്ട് ബൈ ദ ടീച്ചർ. സിമ്പിൾ അല്ലേ? ഇനി പ്രസന്റ് കണ്ടിന്യൂസ് നോക്കിയാൽ ദ ടീച്ചർ വാസ് ടീച്ചിങ് ഇംഗ്ലീഷ്, എന്താ വരിക? അപ്പൊ ഇംഗ്ലീഷിന് എടുത്തു, വാസിന് ഇങ്ങോട്ട് എടുത്തു. കണ്ടിന്യൂസിന്റെ സ്വന്തമായിട്ടുള്ള ആരെടുത്തു? ബീയിങ്ങിനെ എടുത്തു. ഇംഗ്ലീഷ് വാസ് ബീയിങ് ടോട്ട് ബൈ ദ ടീച്ചർ. ഓക്കെ. ഇനി ഇതിന്റെ പ്രസന്റ് പാസ്റ്റ് പെർഫെക്റ്റ് അത് എളുപ്പ. ദ ടീച്ചർ ഹാഡ് ടോട്ട് ഇംഗ്ലീഷ്, ഇത് നല്ല എളുപ്പ. എന്താ ഞാൻ പോവാട്ടോ, നിങ്ങളെല്ലാം പഠിച്ച് കണ്ടോ. ഈ 6 പഠിച്ചാലേ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് കഴിഞ്ഞു. ഇതിനപ്പുറം ഒരു ചോദ്യം വരില്ല. ഇതിന്റെ ഈ റൂൾ ഒന്ന് പഠിച്ച് നിങ്ങളുടെ മനസ്സിൽ, റൂളല്ല ഇതിനെ സെൻസിബിൾ ആയിട്ടൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഈസി ഫോർ യു. ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിന് ഇതിലപ്പുറം ഒരു ചുക്കും വരാൻ പോണില്ല കേട്ടോ. അപ്പൊ ഇതിലെ പാസീവ് വോയിസ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടാലും നിങ്ങൾക്ക് ടെൻസ് മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തെറ്റും വരില്ല. ഇത് ഏത് ടെൻസിലാണെന്നും, ഈ പെർഫെക്റ്റിന് ബീനാണെന്നും, കണ്ടിന്യൂസ് ആണെങ്കിൽ ബീയിങ് ആണെന്നും, ഇത് രണ്ടും മാത്രമാണ് അതിൽ ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ പാസ്റ്റ് ആണ് പ്രസന്റ് ആണെന്ന് മനസ്സിലായാൽ ഈസോ വാസോ ആസോ ഹാഡോ, ഇതിലപ്പുറം വേറൊന്നും വരാൻ പോണില്ല കേട്ടോ. അപ്പൊ ടെൻസിന്നാണ് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും വന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിൽ ഉറപ്പിക്കണം. ഇതേപോലെ തന്നെയാണ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ്. ഓക്കെ, 2 ക്വസ്റ്റ്യൻ ഒക്കെയാണ് ഇന്ന് സാധാരണ ചിലപ്പോൾ വരാറുള്ളത്. എന്നാൽ 2 ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതും ഈ ടെൻസ് പഠിച്ചാൽ മാത്രം കിട്ടാവുന്നതാണ്. ടെൻസ് മാത്രം മതി. പിന്നെ ടൈപ്സ് ഓഫ് സെന്റൻസസും കൂടി കണ്ട് മനസ്സിലാവണം. ഞാനപ്പോ ടെൻസിനെ ഒന്ന് അവിടെ നിർത്തിയിട്ട് ഞാൻ ടൈപ്സ് ഓഫ് സെന്റൻസസ് എന്താണെന്ന് പറഞ്ഞു തന്നേക്കട്ടെ. കുഴപ്പമുണ്ടോ? അറിയട്ടെ? ഓക്കെ, യെസ്. അപ്പം ടൈപ്പ് ഓഫ് സെന്റൻസ് വേറെ ഒന്നുമില്ല. ഞാനിപ്പോ നിങ്ങളോട് നിങ്ങൾ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഇരിക്കുന്നു എന്ന് ഞാൻ പറയും, യു ആർ സിറ്റിംഗ് ഇൻ മൈ ക്ലാസ്. അതിൽ എനിക്കൊരു വികാരം ഇല്ലാണ്ടാണ് ഞാൻ പറയുന്നത്, അല്ലേ? ഞാൻ ഇതേ സെന്റൻസ് തന്നെ ഞാനൊരു ഇൻട്രോഗേറ്റീവ് സ്റ്റൈലില് ആർ യു സിറ്റിംഗ് ഇൻ മൈ ക്ലാസ് കണ്ടോ, അതിലേക്ക് പോകുമ്പോ ഇതേ അത് ചോദ്യ രൂപത്തിലായി മാറി. ഇനി ഞാൻ അതിന് സിറ്റ് ഇൻ മൈ ക്ലാസ് അത് പറയുമ്പോ എന്റെ ഒരു കമാൻഡായി. സിറ്റ് ഇൻ മൈ ക്ലാസ് എന്ന് പറയുമ്പോ അതൊരു റിക്വസ്റ്റ് ആയി. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് വാവ് യു ആർ സിറ്റിംഗ് ഇൻ മൈ ക്ലാസ് കണ്ടോ, ഇത് വരുമ്പോ എക്സ്ക്ലമേറ്ററി. ഈ ഒരു സെന്റൻസേ ഉള്ളൂ ഇംഗ്ലീഷിൽ. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, ഒരു ക്വസ്റ്റ്യൻ 2 രീതിയിൽ വരാം. WH ക്വസ്റ്റ്യനും വരും, പിന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യനും വരും, പിന്നെ ഇമ്പറേറ്റീവില് കമാൻഡും റിക്വസ്റ്റും വരും, ഒരു എക്സ്ക്ലമേറ്ററി. വെരി ഈസി. ഒരു 4 ഉള്ളൂ ആകെ പഠിക്കാൻ വേണ്ടിയിട്ട്. ഈ 4 പഠിച്ചാൽ മാത്രമാണ്, ഈ 4 കൂടി മനസ്സിലാക്കിയാൽ മാത്രമാണ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ പറയാൻ കാരണം വേറെ ഒന്നുമല്ല. ഈ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാനും നിങ്ങളും തമ്മിൽ സംസാരിക്കുന്നു. ഞാനും ചിന്നമാഷല്ലേ, ചിന്നമാഷിന്റെ ഇല്ലെന്നല്ലേ മാഷിന്റെ പേര്? അത് സുബൈർ മാഷ്. ഞാനും സുബൈർ മാഷും കൂടി സംസാരിക്കുന്നത് നമ്മുടെ സജിന ടീച്ചർ കേട്ടു എന്ന് വിചാരിക്കാം. അപ്പോ ഞങ്ങൾ ഇങ്ങനെ ഇംഗ്ലീഷ് ഗ്രാമറിനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോ സജിന ടീച്ചർ പോയിട്ട് അപ്പുറത്തെ ഇഷാഖ് മാഷിന്റെ അടുത്ത് പറയാണ്, സിജി ടീച്ചർ സുബൈർ മാഷോട് ചോദിക്കണു ഗ്രാമർ ശരിക്കും മനസ്സിലായോ എന്ന്. കണ്ടോ, ഞാൻ മാഷോട് സുബൈർ മാഷോട് ചോദിച്ചത് മാഷെ ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്നാണ്. പക്ഷെ ഇത് പറഞ്ഞു വന്നപ്പോ എന്തൊക്കെ കൂടിച്ചേർത്ത് നോക്കൂ. സിജി ടീച്ചർ സുബൈർ മാഷിനോട് ചോദിച്ചു ഇംഗ്ലീഷ് മനസ്സിലായോ എന്ന്. ഈ എന്ന് എന്നുള്ളത് ചേർക്കണമെങ്കിൽ ഈ സെന്റൻസ് ടൈപ്പ് എന്താണെന്ന് അറിയണം. ആ എന്ന് ഏതാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയണമെങ്കിൽ. അപ്പൊ നമ്മളൊരു ചോദ്യം, ഒരു സ്റ്റേറ്റ്മെന്റിനെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ നമുക്ക് ടെൻസ് അവിടെ നിൽക്കട്ടെ കേട്ടോ, ടെൻസ് ഉണ്ട് ഇതിന്റെ കൂടെ. സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തായാലും ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവും കേട്ടോ. അപ്പൊ അത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ്. രണ്ടാമത് എങ്ങനെയാ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ എളുപ്പല്ലേ? അതിലെന്തുണ്ടാവും? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. ഇനി അതിൽ എളുപ്പമാണ് നമ്മളുടെ കമാൻഡും റിക്വസ്റ്റും മനസ്സിലാക്കുക. കമാൻഡ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം
അതായത് നമ്മുടെ പ്രത്യേകിച്ച് പാരന്റ്സ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണത്. പാരന്റ്സിലെ കുട്ടികളോട് നമ്മുടെ ക്ലാസ്സിൽ ഉപയോഗിക്കുന്നത് കമാൻഡ്സ് ആണ് ഏറ്റവും കൂടുതൽ. ദെൻ നിങ്ങൾക്ക് റിക്വസ്റ്റ് മനസ്സിലാക്കാൻ ഭയങ്കര എളുപ്പമാണ്. എന്താ, പ്ലീസ് ഉണ്ടാവും അതില്, മിക്കത്തിലും പ്ലീസ് ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ വിൽ യു, വോണ്ട് യു എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഉണ്ടാവുന്നത് എക്സ്ക്ലമേറ്ററി ആണ്. അതിൽ നിങ്ങൾക്ക് എക്സ്പ്രഷന്റെ ആ സംഭവം ഉണ്ട് അല്ലെ. കുട്ടികളൊക്കെ പൊട്ട് തൊട്ടിട്ട് അതിന്റെ ഇടയിൽ ഒരു കുത്തിടുന്ന ഒരു എക്സ്ക്ലമേറ്ററി മാർക്കില്ലേ, അത് കണ്ട എക്സ്ക്ലമേറ്ററി ആണ്. നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇതിന്റെ പേരുകളൊന്നും നിങ്ങൾ പഠിക്കണ്ട. ആ സെന്റൻസ് കണ്ടാൽ ഇന്നതാണ് സംഭവം എന്ന് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഒന്ന് വെറുതെ ഒന്ന് എഴുതി വെച്ചോളൂ. സ്റ്റേറ്റ്മെന്റിന്റെ റിപ്പോർട്ടിംഗ് വെർബ് എപ്പോഴും സെഡ് ആയിരിക്കും അല്ലെങ്കിൽ ടോൾഡ് ആയിരിക്കും. സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ സെഡോ ടോൾഡോ എഴുതി കഴിഞ്ഞാൽ കുഴപ്പമില്ലാവില്ല. പിന്നെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും ആസ്ക് ചോദിച്ചാൽ മതി. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. പിന്നെ കമാൻഡ് ആണെങ്കിൽ എന്താ വരിക, കമാൻഡോ അഡ്വൈസോ എന്താണെങ്കിൽ എന്താ വരിക, ഓർഡേഡ് ഓർ അഡ്വൈസ്ഡ് എന്ന് വരും. ഇനി റിക്വസ്റ്റ് ആണെങ്കിലോ റിക്വസ്റ്റഡ് എന്ന് വരും. എക്സ്ക്ലമേറ്ററി ആണെങ്കിലോ എക്സ്ക്ലെയിംഡ് എന്ന് വരും. മനസ്സിലായോ? ഷീ എക്സ്ക്ലെയിംഡ് ദാറ്റ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് സ്റ്റേറ്റ്മെന്റിനും എക്സ്ക്ലമേറ്ററി മാർക്കിന്റെയും അതിന്റെ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് എപ്പോഴും അതിന്റെ കണക്റ്റീവ് എപ്പോഴും ദാറ്റ് ആയിരിക്കും കേട്ടോ. ദാറ്റ് ആണ് സ്റ്റേറ്റ്മെന്റിന്റെയും എക്സ്ക്ലമേറ്ററി മാർക്കിന്റെയും ഒരു കണക്റ്റീവ് ആയിട്ട് വരാൻ പോകുന്നത്. ഇനി ഞാൻ ഇത്രയൊക്കെ പറയുന്നുള്ളൂ. ഞാൻ ഇതിന് കുറച്ച് എക്സാമ്പിൾസ് ചെയ്താൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് മാറും. നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഞാനിപ്പോ പറയാണ്, എക്സാമ്പിൾസ് ഞാൻ പറയുമ്പോൾ ഒന്ന് എഴുതി വെക്കണേ. ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ഇനി ടെൻസ് കണ്ടാൽ മനസ്സിലാവില്ലേ? ടെൻസ് കണ്ടാൽ മനസ്സിലാവും അല്ലെ? ഇതും കൂടെ ഒന്ന് എഴുതി വെച്ചോളൂ. ഡയറക്റ്റിന് ഇൻഡയറക്റ്റിലേക്ക് പോകുമ്പോ സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് ആവും കേട്ടോ. സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് ആയിട്ട് മാറും. പ്രസന്റ് കണ്ടിന്യൂസ് എന്തായിട്ട് മാറും? പ്രസന്റ് കണ്ടിന്യൂസ് എന്തായിട്ടാ മാറുക? പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. അതുപോലെ പ്രസന്റ് പെർഫെക്റ്റ് എന്തായിട്ട് മാറും? സിമ്പിൾ പാസ്റ്റ് വന്നാലോ? അപ്പോ നമ്മള് സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് ആവും. സിമ്പിൾ പാസ്റ്റ് വന്നാൽ എന്തായിട്ട് എഴുതേണ്ടത്? പാസ്റ്റ് പെർഫെക്റ്റ് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ വേഗം കടക്കാൻ പോവുകയാണ് അതിലേക്ക്. ഇതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ചെയ്യാനുണ്ട്. എല്ലാവരും ആരെങ്കിലേക്ക് പോയോ ഓടി? ഓക്കെ, ഒന്ന് നോക്കണേ. സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാനിപ്പോ ആദ്യം നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ആണോ ഞാൻ എന്താ പറയണത് നിങ്ങൾ പറയണം. എപ്പോഴും അറിയാലോ, ഈ ഡയറക്റ്റ് സ്പീച്ച് എപ്പോഴും അതിൽ കോമയും ഇൻവെർട്ടഡ് കോമയും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ വളരെ കൃത്യമായിട്ട് പറയുന്ന ഇൻഡയറക്റ്റിന് ഒരു വികാരം ഇല്ലാത്ത ആളാ. ആകെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട ആള് പോവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു സെന്റൻസ് പറയാണ്, he said I am busy. He said, I am busy. അപ്പൊ എന്താ വരിക? അത് എന്തോ കേട്ടില്ല, വൺസ് മോർ. ഓക്കെ, he said ID, he said, ഇൻവെർട്ടഡ് കോമയിൽ എഴുതുക I am busy. He said that he was busy. ഇത് എന്തുകൊണ്ട് അങ്ങനെ വന്നതെന്നറിയോ? he said. ഇതെന്തുകൊണ്ടാ ദാറ്റ് വന്നത് അവിടെ? സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട്. അത് വെറും സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ടാണ് വന്നത്, വെറുതെ വന്നതല്ല കേട്ടോ. അത് ഒരു ഫുൾ സ്റ്റോപ്പില് നിർത്താവുന്ന ഒരു സംഭവമാണ്. അതിൽ ഒരു എക്സ്ക്ലമേറ്ററി ഇല്ല, വല്ലാണ്ട് ബിസി ഇല്ല, മറ്റു കാര്യങ്ങളൊന്നും അല്ല. ഞാൻ ബിസിയാണ് എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ he said that he കണ്ട ആമിനെ എന്താക്കി മാറ്റി, ഒക്കെ പാസ്റ്റ് ആവാണ്. ശ്രദ്ധിക്കണ്ടോ കേട്ടോ? ഈ ഹി എങ്ങനെ വന്നു? ഷീന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല കേട്ടോ. he said that. ഇപ്പൊ she said that എഴുതിയാലും കുഴപ്പമില്ല. ഇവിടെ അങ്ങനെ ഹി അല്ല, ഹി ഇവിടെ വന്നതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതണം. ഇനിയിപ്പോ ഇവിടെ ഏതായാലും നിങ്ങളുടെ ഏത് നമ്മുടെ സിംഗുലറോ പ്ലൂറലോ വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ എഴുതാം. എന്നിട്ട് ഹി ആം വന്നുകൊണ്ട് ഹീയുടെ സിംഗുലർ ഫോം ആണ്, അതുകൊണ്ട് അത് വാസ് ബിസി എന്നായി. ഇനി ഇവിടെ they said they are busy എന്നാണെങ്കിലോ? They said that they were busy. വെരി 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 ഗുഡ്. They were busy. യെസ്, വെരി ഗുഡ്. ഞാൻ അടുത്ത സെന്റൻസ് ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ എന്ത് എഴുതാന്ന് ഞാൻ നോക്കട്ടെ. She said, are you ready? She said, are you ready? He asked. She asked. നോക്കൂ, ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ സെന്റൻസ് എന്താണെന്നറിയോ? ആറ് ഡു ഒക്കെ വെച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ മുഴുവനും ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയുന്നതാവും.
ആർ യു റെഡി? യെസ് ഐ ആം റെഡി. നോ Yes, I am ready. അല്ലേ? അപ്പൊ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇഫോ വെദറോ ആണ് കണക്റ്റീവ് വരിക, ദാറ്റ് അല്ല കേട്ടോ. ഇഫോ വെദർ മാത്രമേ അതിന്റെ കണക്റ്റീവ് ആയിട്ട് വരുള്ളൂ. ബാക്കിയൊക്കെ മറ്റേപോലെ തന്നെ ഒരു വ്യത്യാസമില്ല. ഷീ ആസ്ക്ഡ് whether you are ready. വെദർ Ready. ഇപ്പൊ എന്നോട് തന്നെ ചോദിക്കാന്ന് വെച്ചാലോ, Whether are you എന്നോട് ചോദിച്ചു വിചാരിക്കുക, ഷീ സെഡ് ആർ യു റെഡി. എന്നോട് വന്നിട്ട് അവള് ചോദിക്കുകയാണ് ഞാൻ റെഡി ആയോ എന്ന്. അപ്പൊ എങ്ങനെയാ പറയാ? Teacher ഇഫ് asked whether teacher was ready. Asked me. ഷീ ആസ്ക്ഡ് മീ വെദർ Am I ready? വെദർ Am I ready? ഒരു കാര്യം കൂടി പറയട്ടെ, ചോദ്യങ്ങൾ വരുമ്പോ ചോദ്യങ്ങളുടെ ഫോർമാറ്റ് മാറ്റണം. ഞാൻ പറഞ്ഞില്ലേ എല്ലാ സ്റ്റേറ്റ്മെന്റ് ആവുന്ന Whether you are ready. വെദർ യു ആർ റെഡി. ഇത്ര കഴിഞ്ഞു കേട്ടോ. അങ്ങോട്ട് ഇങ്ങോട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം. യുവിന് പ്രതി കൊണ്ടുപോയിട്ട് ആറിനെ പ്രതി കൊണ്ടുപോയാൽ മതി. മനസ്സിലായോ? യു വേർ റെഡി എന്നാവും കേട്ടോ. പാസ്റ്റിലേക്ക് പോണേ, ശ്രദ്ധിക്കണേ. Ready. ഒറ്റ ക്വസ്റ്റ്യൻ കൂടി ചോദിക്കുകയാണ്. ഇതിനെന്താ വരിക നിങ്ങൾ പറയണം. ഹി സെഡ് വേർ ഡു യു ലീവ്. ഹി സെഡ് വേർ ഡു യു ലീവ്. നോക്കൂ, രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. നേരത്തെ ഞാൻ ആർ യു റെഡി എന്ന് ചോദിക്കുന്നത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെ ചോദിച്ചത് എന്താ? WH ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചോ? WH ക്വസ്റ്റ്യൻ വരുമ്പോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ? ക്വസ്റ്റ്യൻ വേർഡ് തന്നെയായിരിക്കും കണക്റ്റീവ്. വേറെ ഒന്നും നിങ്ങൾ നോക്കണം. നിങ്ങൾക്ക് ഇതിൽ ചിലപ്പോ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതെന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ചോദ്യം വരാം. ഓക്കെ, കറക്റ്റ് ഫോം എടുക്കാൻ പറഞ്ഞിട്ട്. അപ്പൊ ഇതിൽ ചിലപ്പോ എല്ലായിടത്ത് ആസ്ക്ഡ് ദാറ്റ് എന്നൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ അത് സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റിയാണ് നമ്മള്. അപ്പൊ എന്താ പറയാ? ഹി സെഡ് വേർ ഡു യു ലീവ് എന്നുള്ളത് എന്തായിട്ട് മാറും? He asked where. വേർ You are leaving. വേർ ഡു യു ലീവ് എന്നാണ് ചോദിച്ചത്. പ്രസന്റ് ഫോം അല്ലേ അപ്പൊ വരിക? Where അപ്പൊ എന്താക്കണം? പാസ്റ്റ് ആക്കണ്ടേ? Where you live. you leave. വേർ Did യു Lived. You ചേർക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെന്താ ചേർത്തോ? നിങ്ങൾ അവിടെ എന്തെങ്കിലും ചേർത്താലും തെറ്റൊന്നുമില്ല. Where I were you? Where you lived. എടാ ഇത് നോക്കൂ, നിങ്ങളിത് നോക്കിയേ. ഇത് സിമ്പിൾ പ്രസന്റ് ആണ്. എന്ത് മാത്രം ആക്കിയാൽ മതി? Went. നോക്കൂ, സിമ്പിൾ പ്രസന്റ് ആണ്. ഡു യു ലീവ്. ഞാൻ നേരത്തെ സ്പ്ലിറ്റ് പറഞ്ഞില്ല അല്ലെ? സ്പ്ലിറ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ. സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് ഡു ലീവ് എന്നുള്ളത് എന്താണ്? ഡു ലീവ് എന്നുള്ളതിന് നമുക്ക് ഇവിടെ ഡിഡ് ലീവ് ആയ എന്ത് വരും? Lived. അത് മാത്രം ചെയ്താൽ മതി. നിങ്ങൾ വേറെ ഒരുപാട് ആലോചിക്കാൻ നിൽക്കണ്ട. ഇത് സിമ്പിൾ പ്രസന്റ് ആണ്. ഇവിടെ സിമ്പിൾ പാസ്റ്റ് വന്നാൽ മതി, അത്രേ ഉള്ളൂ. അപ്പൊ ഹി ആസ്ക്ഡ് വേർ യു ലിവ്, അത്ര മതി. വേറെ ഒന്നും ആലോചിക്കല്ലേ, ഒത്തിരി ആലോചിച്ച് പോണ്ട. കണ്ടോ? സിമ്പിൾ പ്രസന്റിനെ സിമ്പിൾ പാസ്റ്റ് ആക്കണ ക്രിയ മാത്രമേ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോ രണ്ടു തരം സെന്റൻസ്. ഒന്ന് യെസ് ഓർ നോ വരും, മറ്റേത് WH വരും. യെസ് ഓർ നോ വരുമ്പോ നമ്മൾ കണക്റ്റീവ് ആയിട്ട് ഇഫോ വെദറോ ചേർക്കും. ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് തന്നെയാണ് WH ചേർക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, അവിടെ പ്രസന്റ് ഫോം ആണെങ്കിൽ ഇവിടെ പാസ്റ്റ് ഫോം വരണം. നേരത്തെ ആ ചേഞ്ച് പറഞ്ഞില്ലേ നമ്മള്, അത് മനസ്സിലാലോചിച്ചാൽ മതി. ഇവൻ എന്തിലേക്കാണ് മാറിപ്പോകേണ്ടതെന്ന്. എപ്പോഴും ചെറിയ ചെറിയ ടിപ്സ് മനസ്സിലുണ്ടാവണം. അപ്പൊ തെറ്റില്ല കേട്ടോ. ഇനി ഇതിന്റെ സെൻസിബിൾ ആയിട്ട് പഠിപ്പിക്കണമെങ്കിൽ എനിക്ക് നിങ്ങളെ ഓഫ്ലൈൻ ആയിട്ട് കിട്ടിയാൽ മാത്രമാണ് പറ്റുള്ളൂ. ഇത് ലിമിറ്റേഷൻ ഉണ്ട്. അടുത്തത് ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ദ ടീച്ചർ സെഡ് ഓപ്പൺ ദ ബുക്ക്. ഓപ്പൺ ദ ബുക്ക്. ദ ടീച്ചർ സെഡ് ഓപ്പൺ ദ ബുക്ക്. എന്താ വരിക? ഇത് ഏത് ടൈപ്പ് സെന്റൻസ്? അത് പറ. കമാൻഡ് ആണ്. അപ്പൊ കമാൻഡ് വന്നപ്പോ ഞാൻ എന്താ പറഞ്ഞിരുന്നേ? ടു ഓപ്പൺ. അതായത് കമാൻഡോ റിക്വസ്റ്റോ വന്നാൽ വേറെ ഒന്നും ആലോചിക്കണ്ട. അവിടെ ടു ആണ് കണക്റ്റീവ് കേട്ടോ. പറഞ്ഞിട്ടില്ല. പറഞ്ഞില്ല അല്ലെ? ടു ആണ് കണക്റ്റീവ് കേട്ടോ. ഇമ്പരറ്റീവ്, അതായത് കമാൻഡോ റിക്വസ്റ്റോ വന്നാൽ കണക്റ്റീവ് ആയിട്ട് വരേണ്ടത് ടു ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എന്താ വരിക നോക്കാം. ഓപ്പൺ ദ ബുക്ക് എന്ന് മാത്രം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവം. ഇമ്പരറ്റീവ് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാല്ലേ, അത് അങ്ങനെ എടുത്തിട്ട് എഴുതിയാൽ മതി കേട്ടോ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. യെസ്, നോക്കാം. യെസ്, ദ ടീച്ചർ സെഡ് ഓപ്പൺ ദ ബുക്ക്. അപ്പൊ എന്താ വരിക? ദ ടീച്ചർ ordered to open the book. അത്രേ ഉള്ളൂ. ടു ഓപ്പൺ ദ ബുക്ക്. ഈ ഇമ്പരറ്റീവ് വന്നാൽ വെരി സിമ്പിൾ ആണ്. ടു അങ്ങ് ചേർത്ത് എഴുതി കഴിഞ്ഞാൽ ഉത്തരം റെഡിയായി. കാണുമ്പോ നമുക്ക് ഇത് എന്തൊരു സാധനാന്നൊക്കെ തോന്നും. ഒന്നുമില്ല കേട്ടോ. ഇനി അങ്ങനെയാണെങ്കിൽ അപ്പൊ അത് കിട്ടിയില്ലേ? ഇനിയിപ്പോ അവിടെ റിക്വസ്റ്റ് ആണെങ്കിലോ? ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. മദർ സെഡ് പ്ലീസ് ഹെൽപ്പ് മീ. അപ്പൊ എന്താ വരിക?
Request help. To help. മദർ പ്ലീസ് നോക്കണം, അതാണ് പ്രത്യേകത. പ്ലീസ് നോക്ക്. Requested മദർ റിക്വസ്റ്റഡ് the child ആ അതെ. റിക്വസ്റ്റ് പറഞ്ഞാൽ എന്താ കണക്റ്റീവ്? to ഹെൽപ്പ് Help him. Here. ഹിമ്മോ ഹെറോ എന്ത് വേണം. കാരണം നിങ്ങൾ എപ്പോഴും ഉണ്ടല്ലോ, നിങ്ങളൊരു ഡയറക്റ്റ് ഇൻഡയറക്റ്റ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ മൂന്നാമത്തെ ആളായാൽ മതി. അവർ രണ്ടാളും സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താണ് പറയാൻ നൽകുക, അപ്പൊ പിന്നെ ഈ ഹിമ്മും ഹെറോ ഒന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, തന്നെ വന്നോളൂ കേട്ടോ. അല്ലാണ്ട് എല്ലാം കൂടി ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മൂന്നാമത്തെ ആളായിട്ട് ആ സെന്റൻസ് വായിക്കാവൂ, ഡയറക്റ്റിനെ വായിക്കാവൂ. അപ്പൊ ഇൻഡയറക്റ്റ് കറക്റ്റ് ആയിട്ട് വന്നോളും. ഈ കുറച്ച് ടിപ്സ് മനസ്സിലുണ്ടായാൽ മതി. ഒന്ന്, അത് സ്റ്റേറ്റ്മെന്റ് ആണോ, ഇൻട്രോഗേറ്റീവ് ആണോ, അതോ റിക്വസ്റ്റ് ആണോ, കമാൻഡ് ആണോ, എക്സ്ക്ലമേറ്ററി ആണോ എന്ന് നോക്കുക. അതിനനുസരിച്ചുള്ള കണക്റ്റീവ് ആണോ വന്ന് നോക്കുക. ആ കണക്റ്റീവ് റെഡി ആയാൽ ഞാൻ എന്റെ ടെൻസി എന്നുള്ള മാറ്റം കറക്റ്റ് ആണോ നോക്കുക. നിങ്ങൾക്ക് ഓൾറെഡി ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് കിട്ടും. മനസ്സിലായോ? ഓപ്ഷൻസ് വരുന്നുണ്ടല്ലോ, നിങ്ങൾ അപ്പൊ ഉണ്ടാക്കി എഴുതേണ്ട ആവശ്യമില്ല. ആ ഓപ്ഷൻസിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ചെറിയൊരു സാധനം ഇത് മനസ്സിലിരിക്കണം എപ്പോഴും, എന്നാലേ കിട്ടുള്ളൂ. ഇത് തെറ്റില്ല. ഓക്കെ, നിങ്ങൾ ഫ്യൂച്ചർ വിന്നേഴ്സ് ആണെന്ന് എനിക്ക് ഉറപ്പാ. ഒറ്റ ചോദ്യം കൂടി. ഇനി ഒരു നെഗറ്റീവ് ആയിട്ട് സെന്റൻസ് വന്നു വിചാരിക്കുക, അത് ശ്രദ്ധിക്കണം. നെഗറ്റീവ് ആയിട്ട് ഒരു സെന്റൻസ്, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഫാദർ സെഡ് ഡോണ്ട് വേസ്റ്റ് ടൈം. അതെങ്ങനെയാ വരിക? ഞാൻ ഒരാളെ വിളിക്കട്ടെ. സഫിയ ടീച്ചർ പറയൂ. Once more. Father said, "Don't waste time." Father ordered me. Don't waste time now. ആർക്കെങ്കിലും ഇത് വേറെ എന്തെങ്കിലും ഓപ്ഷൻ വരുന്നുണ്ടോ മനസ്സിൽ? the father ordered not to waste. ഓക്കെ, നോക്കൂ. ഇത് ശരിക്കും അഡ്വൈസ്ഡ് എന്ന് പറയാൻ വേണമെങ്കിൽ അച്ഛൻ മോനോടല്ലേ പറയണേ. ഓക്കെ, വേണമെങ്കിൽ അഡ്വൈസറി വേണമെങ്കിൽ എഴുതിയാലും തെറ്റൊന്നുമില്ല. നിങ്ങൾക്ക് ഓപ്ഷനിൽ അഡ്വൈസറി വരും. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങളെ നോക്കൂ അഡ്വൈസ് ഇപ്പൊ ടു ഡോണ്ട് എന്ന് വെക്കാൻ പറ്റില്ല, തെറ്റാണ്. അപ്പൊ എപ്പോഴും എന്താ ചെയ്യേണ്ടത് വെച്ചാല് അഡ്വൈസ്ഡ് ഹിന്നോ അല്ലെങ്കിൽ അഡ്വൈസ് ഈ നോട്ട് കഴിഞ്ഞതിന് ശേഷമേ നെഗറ്റീവ് സെന്റൻസിൽ ടു വെക്കാവൂ. അതൊന്ന് ശ്രദ്ധിക്കണം. നെഗറ്റീവ് സെന്റൻസിൽ മാത്രം നോട്ട് എന്ന് എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ടു വയ്ക്കാവൂ കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്യണേ, മനസ്സിൽ വെച്ചാൽ മതി. നിങ്ങൾക്ക് ആ സമയത്ത് ഓർമ്മ വന്നോളും. ഓക്കെ, നോട്ട് ടു വേസ്റ്റ് ടൈം. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി ഒരു എക്സ്ക്ലമേറ്ററി കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി അധികമൊന്നും പഠിക്കാനില്ല. അടുത്തത് എക്സ്ക്ലമേറ്ററി ആണ്. ഞാൻ പറയാൻ പോകുന്നൊന്ന് ശ്രദ്ധിക്കണേ. ഷീ സെഡ് വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. എങ്ങനെയാ വരിക? ഞാൻ ഒരു കാര്യം കൂടി പറയാം. അസേർട്ട് സ്റ്റേറ്റ്മെന്റും എക്സ്ക്ലമേറ്ററിയുടെയും എപ്പോഴും റിപ്പോർട്ടിംഗ് വെർബ് ഒരുപോലെയാണ് കേട്ടോ. അപ്പൊ ഒന്ന് പറ. The flower is very beautiful. She said that. സെഡ് എക്സ്ക്ലമേറ്ററി ആണ്. Exclaimed that. സെഡ് നമ്മുടെ സ്റ്റേറ്റ്മെന്റിലാണ്. ഞാൻ കണക്റ്റീവ് ആണ് ഒരുപോലെയാന്ന് പറഞ്ഞത്. എക്സ്ക്ലമേറ്ററി സെന്റൻസിലൊക്കെ എക്സ്ക്ലെയിംഡ് എഴുതണം. Exclaimed that the flower was beautiful. Very beautiful. വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ, വെരി ബ്യൂട്ടിഫുൾ ചേർക്കാം. കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞത് തെറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോ അവിടെ കേട്ടതിന് കിട്ടുക ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്നാവും കേട്ടോ. അത് കണ്ടാൽ മനസ്സിലാവില്ലേ നിങ്ങൾക്ക്? കേട്ടോ, കണ്ടാൽ മനസ്സിലാവണേ. അതായത് ഈ വാസ് എന്ന് വരാൻ കാരണം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മുടെ സിമ്പിൾ പ്രസന്റ് ആണ് ഇപ്പോഴത്തെ വന്നിട്ട്, അതുകൊണ്ട് വാസ് ഇവിടെ വന്നു. ബ്യൂട്ടിഫുൾ ഫ്ലവർ വന്നാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എക്സ്ക്ലെയിംഡ് ആണോ വന്നതെന്ന് നോക്കിയാൽ മതി. എക്സ്ക്ലെയിംഡിലൊക്കെയാണ് അവർ പിടിക്കുക. അതൊക്കെ നോക്കി ചെയ്യുന്നുണ്ടോന്നായിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ റിപ്പോർട്ടിംഗ് വെർബ് എക്സ്ക്ലെയിംഡ് തരും, ഇവിടെ തെറ്റി തരും. അപ്പൊ രണ്ടെണ്ണം എക്സ്ക്ലെയിംഡ് കാണുമ്പോഴേക്കും പോയിട്ട് ടിക്ക് ഇടരുത്. അതിന്റെ അപ്പുറത്ത് എഴുതി കഴിയുമ്പോൾ ചിലപ്പോൾ 2 എക്സ്ക്ലെയിംഡ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ എല്ലാം മുഴുവൻ വായിച്ചു നോക്കിയിട്ടേ മാർക്ക് ചെയ്യാവൂ. ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പൊ നമ്മള് സാധാരണ രീതിയിൽ പ്രൊനൗൺസിന് വരുന്ന ചേഞ്ച് ഇതിപ്പോ അങ്ങനെ എഴുതിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളെല്ലാം കറക്റ്റ് പറഞ്ഞു. വൈ എന്നുള്ളതൊക്കെ ഹിയോ ഷീ ആവും, മൈ എന്നുള്ളത് ഹിസോ ഹെറോ, വി എന്നുള്ളത് ദേയോ ഒക്കെ ആവുന്നതാണ്. അത് മാത്രമേ തെറ്റുള്ളൂ. ഇനി അതിലേ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതൊരു ടൈം വേർഡ്സ് എന്ന് പറയും. ചില ടൈമുകൾ തരുന്നുണ്ടാവും. ആ ടൈമുകളിൽ വരുന്ന വ്യത്യാസങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതായത് ഇപ്പൊ ഡയറക്റ്റിൽ നൗ എന്ന് വന്നാൽ നമ്മുടെ ഇൻഡയറക്റ്റിൽ എഴുതുമ്പോൾ അത് ദെൻ ആയിട്ട് മാറും. നൗ ദെൻ ആയിട്ട് മാറും. ടുഡേ എന്നുള്ളത് എന്തായിട്ട് മാറും? On that day. ദാറ്റ് ഡേ എന്നായിട്ട് മാറും. യെസ്റ്റർഡേ എന്നുള്ളതോ? Previous day. വെരി ഗുഡ്. ഇനി ടുമറോ എന്നുള്ളതോ? Following day. Following day or the next day. ഓക്കെ, ഹിയർ എന്നുള്ളത്
there, there ആവും. ദിസ് എന്നുള്ളത് that, ഓക്കെ. ദീസ് എന്നുള്ളത് those, എഗോ. Before. before, നിങ്ങൾ എന്തൊക്കെ പഠിച്ചെന്നറിയോ? കഴിഞ്ഞു ഗ്രാമർ പഠിക്കണ്ട കേട്ടോ. ഇനി കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ലോ, അത് നമുക്ക് ഒറ്റ സെക്കൻഡ് കൊണ്ട് റെഡിയാക്കാം. ഇനി ആകെ ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങള് ഞാൻ പറഞ്ഞില്ലേ, ഈ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളത് നമുക്ക് പിന്നീട് പഠിക്കാം. പിന്നെ വരുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ഫോമില് 1 2 ഈസ് റൈറ്റ് എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പാറ്റേൺ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഇനി നമ്മളിപ്പം നമ്മുടെ ടെൻസും ഒക്കെയാണ്, ഡയറക്റ്റ് ഇൻഡയറക്റ്റും ഒക്കെയാണ്, ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസും ഒക്കെയാണ്, സിംഗുലർ വന്നു കഴിഞ്ഞാൽ സബ്ജക്ട് വെർബ് എഗ്രിമെന്റും ഒക്കെയാണ്. നമ്മളിനി ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള ഒരു സാധനം ചെയ്യാൻ പറ്റും. അതെന്താണെന്നറിയോ? ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് എല്ലാവർക്കും ഇഷ്ടമാണോ? ക്വസ്റ്റ്യൻ ടാഗ് ഇഷ്ടമുള്ളതാണോ എല്ലാവർക്കും? ക്വസ്റ്റ്യൻ ടാഗിന്റെ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. ക്വസ്റ്റ്യൻ ടാഗ് ഓക്കെ ആണെന്നാണ് പറയണത്. അപ്പൊ അത് വേറെ ഒന്നും ചിന്തിക്കണ്ട കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ടാഗ് ഭയങ്കര ആളാ. നമ്മുടെ പിള്ളേരെ പോലെയാണ്. ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും കേട്ടോ. ഒരു ഷാഡോ ലൈക്ക് ആണ്. പോസിറ്റീവ് പറഞ്ഞാൽ നെഗറ്റീവ് പറയും, നെഗറ്റീവ് പറഞ്ഞാൽ പോസിറ്റീവ് പറയും. ഒന്നും നമ്മുടെ ഒപ്പം ചേർന്ന് പറയില്ല. ഓക്കെ, അത് ആലോചിക്കാം. എപ്പോഴും ഒരു മിറർ ഇമേജ് ആണ്. തല തിരിഞ്ഞ പോലെ പറയുള്ളൂ. എന്ത് പറഞ്ഞു കൊടുത്താലും ഒരു ഉറപ്പില്ല, ആൾക്ക് ഒരു വിശ്വാസമില്ല. അതുകൊണ്ട് നമ്മളോട് എപ്പോഴും കുഞ്ഞു കുഞ്ഞു ചോദ്യം പറഞ്ഞുകൊണ്ടിരിക്കും. ദയവ് ചെയ്ത് വേറെ എവിടെയും പോയിട്ട് വിശ്വാസം ഇല്ലാത്ത ആൾക്കാരെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നൊന്നും പറയരുത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. ഞാൻ വേഗം കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ, നമ്മുടെ സബ്ജക്ട് നോക്കണു. സബ്ജക്ട് നോക്കിയിട്ട് അതിന്റെ തൊട്ടപ്പുറത്തുള്ള വെർബ്, ഒന്നിലെ ഓക്സിലറി വെർബോ അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബായിട്ട് വരുന്നതോ മെയിൻ വെർബായിട്ട് വരുന്ന ആളുകളെ ഒന്ന് നോക്കാം. അത് ഏത് ടെൻസ് ആണെന്ന് നോക്കുക. ഞാൻ അതുകൊണ്ടാണ് ടെൻസിനെ നോക്കാൻ പറഞ്ഞത്. ടെൻസ് ആണെന്ന് നോക്കുക. പിന്നെ ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ സ്പ്ലിറ്റ് ചെയ്യണത്, എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. അതായത് ഇപ്പോ ഒരു എക്സാമ്പിൾ, വാക്ക് എന്നുള്ളതിന്റെ കൂടെ എന്താ ഉണ്ടാവും എന്ന് പറഞ്ഞ എപ്പോഴും വാക്കിന്റെ കൂടെയോ വാക്സ് ആണെങ്കിലോ അപ്പൊ അത് സ്പ്ലിറ്റ് ചെയ്യാനുള്ള അവരെയാണ് പിടിക്കേണ്ടത്. മെയിൻ വെർബ് എടുത്ത് നമ്മൾ ടാഗ് എഴുതുന്നില്ല. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗ് ഓക്കെയാണ്. യു ആർ എ ടീച്ചർ എന്താ വരിക? അതെല്ലാവർക്കും കിട്ടിയോ? എനിക്ക് അവസാനം നിങ്ങൾക്കൊക്കെ കിട്ടിയ മാർക്കൊന്നും ഇവിടെ മെസ്സേജ് ഇടണം കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം. ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ, എന്തുകൊണ്ടാണ് RNDU വന്നതെന്ന്. അതെ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളിപ്പോ ഇപ്പൊ ഞാൻ എങ്ങനെയാ ഇത് ചോദിക്കാന്നൊന്നും തോന്നണ്ട. നമ്മളെല്ലാവരും ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ വന്നവർ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒറ്റ പ്രാവശ്യം സംശയം ചോദിക്കേണ്ടതുള്ളൂ. ജീവിതകാലം നിങ്ങൾക്ക് തെറ്റൂല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് ചോദിച്ചോ, ഒരു പ്രശ്നമില്ല കേട്ടോ. യു ആർ എ ടീച്ചർ, RNDU വരാൻ കാരണം എന്താ? സെക്കൻഡ് വേർഡ് നോക്കുക. അത് ഞാനിപ്പോ അങ്ങനെ പറയണേ, ഞാൻ സയന്റിഫിക് ടേംസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ആറിനെ എടുത്തു. ഈ തന്നിരിക്കുന്ന മെയിൻ സെന്റൻസ് എന്തല്ല നെഗറ്റീവ് അല്ലല്ലോ, നോട്ടില്ല, പോസിറ്റീവ് ആണ്. പോസിറ്റീവിന്റെ നേരെ വിപരീതമായിരിക്കും ടാഗിൽ വരിക. അപ്പൊ ആറിനെ നമ്മൾ എപ്പോഴും എന്താ അതിന്റെ ഒരു വളരെ കൺസൈസ് കോൺട്രാക്ട് ഫോം മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഒരിക്കലും എന്ത് ചെയ്യില്ല, ഫുൾ ആർ നോട്ട് എന്ന് എഴുതില്ല, ആറിൻഡ് എന്ന് എഴുതാൻ പാടുള്ളൂ. അതിന്റെ കാരണം വേറെ ഒന്നുമില്ല, ക്വസ്റ്റ്യൻ ടാഗ് ഇസ് എ ഷാഡോയിങ് ആണ്. അതായത് എല്ലാത്തിനും ചുരുക്കി ചുരുക്കി പറയുന്ന ആൾക്കാരാണ്. അപ്പൊ യു ആർ എ ടീച്ചർ എന്ന് പറയുമ്പോൾ എടുത്തു, ആറിന്റെ കൂടെ നമ്മള് നോട്ട് ആഡ് ചെയ്തു. അതിന് നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ആറിൻഡ് എന്ന് കിട്ടി. അടുത്ത സബ്ജക്റ്റിന് എടുത്ത് എഴുതി, നമ്മുടെ ഒരു മാർക്ക് നമ്മുടെ കയ്യിലിരുന്നു. രണ്ടാമത്തെ ചോദ്യം, യു ലൈക്ക് ക്രിക്കറ്റ് എന്താ വരിക? അതൊക്കെ ഒരു മിനിറ്റ്, ഇതിന്റെ പ്രോസസ് ഇപ്പോഴേ മനസ്സിൽ പ്രോസസ് ഒന്ന് നോക്കണേ. യു ലൈക്ക് ക്രിക്കറ്റ്, രണ്ടാമത്തെ ഏതാ? യു ലൈക്ക് ക്രിക്കറ്റ് ആണ്. ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയണേ. രണ്ടാമത്തെ നമ്മുടെ വെർബ് ഏതാ? ലൈക്ക് ആണ്. ലൈക്കിനെ സ്പ്ലിറ്റ് ചെയ്യൂ. ഡു പ്ലസ് ലൈക്ക് ആണ്. ഇനി നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ സെന്റൻസ്? പോസിറ്റീവ്. അപ്പോഴത്തേക്ക് നെഗറ്റീവ് വേണ്ടേ? അപ്പൊ ഡൂനെ എടുത്തു, നെഗറ്റീവ് ആക്കി, ഡോണ്ട് ആക്കി. സബ്ജക്ട് എടുത്തിട്ട് ഒറ്റ ചാട്ടാണ് അങ്ങോട്ട്. ആരാ? ഡോണ്ട് യു. ലൈക്ക് എഴുതരുത്, ശ്രദ്ധിക്കണം. ഡൂനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഡു മാത്രമേ എടുക്കണുള്ളൂ കേട്ടോ. ഡു പ്ലസ് ലൈക്ക്. നമ്മൾ ഇതിനെ ഒളിച്ചിരിക്കുന്ന ആളെ മാത്രമേ ഷാഡോയ്ക്ക് ഇഷ്ടമുള്ളൂ. ഒളിച്ചിരിക്കുന്ന ആൾക്കാരെ മാത്രമേ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ. അപ്പോ ലൈക്കിനെ നമ്മൾ മനസ്സിലാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ഡു ആണെന്ന് നമുക്ക് മനസ്സിലായി. ഡൂനെ എടുത്തു, അവന്റെ കൂടെ ആരെ കൊടുത്തു? നോട്ടിനെ കൊടുത്തു. അപ്പൊ ഡോണ്ട് കിട്ടി. പിന്നെ ഇവിടെ സബ്ജക്റ്റിനെ എടുത്ത് അങ്ങോട്ട് ഇട്ടു, ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. എന്തായി? ഡോണ്ട് യു കിട്ടി. കിട്ടിയോ? ഒന്നുകൂടി നോക്കാം, അടുത്ത് നോക്കട്ടെ, പറയട്ടെ. ഇനി ഭയങ്കര എളുപ്പമുള്ളത് കുറച്ച് ചോദിക്കാം. ഷീ ഈസ് ഹാപ്പി എന്താ വരിക?
ഈസ് ഇൻ ഷീ. എങ്ങനെയാ വന്നേ? വേഗം പറയും. Is in രണ്ടാമത്തെ ആളെടുത്തു, ഈസ് എടുത്തു. നോട്ട് നെഗറ്റീവ് സെന്റൻസ് ആണോ നോക്കി? അല്ല, നോട്ട് Is in ചേർത്തു. she. ഈസ് ഇൻ ഷീ. കഴിഞ്ഞു, പണി കഴിഞ്ഞു. ഇനി ഷീ ക്യാൻ സ്വിം. can't he? കാൺ ഷീ. കണ്ടോ, കാണ്ടിന്റെ കൂടെ ക്യാൻ ആണോ നോക്കി, നോട്ട് ചേർത്തു, ഷീലെടുത്തു. എളുപ്പല്ലേ? നല്ല എളുപ്പല്ലേ? ഷീ കാണ്ട് സ്വിം എന്ന് വന്നാലോ? Can he? Can he? നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആക്കണം. നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആക്കണം. അതെ, നെഗറ്റീവ് ആണ്, അപ്പൊ പോസിറ്റീവ് ആക്കണം. നമ്മൾ എപ്പോഴും പോസിറ്റീവാ. നെഗറ്റീവ് ആയി നമ്മൾ പോസിറ്റീവ് ആവും, പോസിറ്റീവ് ആയാൽ നമ്മള് നെഗറ്റീവ് ആവും. ഓക്കെ, ജെറിന്റെ മറ്റേ ക്വസ്റ്റ്യൻ ബാക്കിന്റെ ആൾക്കാരാണ് നമ്മള്. നമുക്ക് നോക്കാം, കുറച്ചാളെ അവരുടെ കൂടെ നമുക്ക് നടന്നു നോക്കാം. ഹി പ്ലേസ് ഫുട്ബോൾ. Doesn't he? അതെങ്ങനെയാ കിട്ടിയേ? പ്ലേസ് അല്ലേ? പ്ലേസ് ആണ്. ഹി വന്ന പ്ലേസ് ആവും. അപ്പൊ Doesn't he? Doesn't he? ഡസിന്റെ ഹി. പ്ലേനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഡസ് പ്ലസ് പ്ലേ ആണ്. ഡസിനെ അങ്ങോട്ട് എടുത്തിട്ടു, നെഗറ്റീവ് ആക്കി ഹീനെ എടുത്തിട്ടു. വെരി ഗുഡ്. ഓക്കെ, ദേ വെന്റ് ഹോം. Didn't they? അല്ലല്ല. അല്ല. വെന്റ് ഹോം. വെന്റിനെ എങ്ങനെയാ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാ? Does it? Didn't. വെന്റാണ്. വെന്റ് പാസ്റ്റ് ടെൻസ് ആണോ? Did go. അതായത് എപ്പോഴും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക എങ്ങനെയാണെന്നറിയോ? അതിന്റെ റൂട്ട് ഫോമിൽ മാത്രമേ സ്പ്ലിറ്റ് ചെയ്യാവൂ. ഡിഡിന്റെ കൂടെ ഗോന്റെ കൂടെ ഡിഡ് ചേർത്തപ്പോഴാണ് വെന്റ് ആയത്. അതൊരു ഇറഗുലർ വെർബാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എന്തായിരുന്നു, ഗോഡ് ആക്കാറുന്നു. അങ്ങനെ ആയില്ലല്ലോ. ഇറഗുലർ വെർബാണ്. സാധാരണ ഇഡി ചേർക്കുമ്പോൾ സാധാരണ ഇഡി ചേർത്ത് എഴുതാൻ പറ്റും. ഇത് ഇറഗുലർ വെർബ് ആയതുകൊണ്ടാണ് ഈ ഡിഡ് ഒളിച്ചിരുന്ന് പെട്ടെന്ന് മനസ്സിലാവാതിരുന്നത്. ഇഡി കണ്ടില്ലല്ലോ കേട്ടോ, അത് നോക്കരുത് അങ്ങനെ. അപ്പോ ഗോ വെന്റ് ഗോൺ അങ്ങനെയല്ലേ വരിക. അപ്പൊ ഗോ വെൻ ഗോൺ വരുമ്പോ വെന്റ് രണ്ടാമത്തെ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഡിഡ് പ്ലസ് ഗോന്നാക്കി, ഡിഡിനെ അങ്ങോട്ട് എടുത്തിട്ടു, നെഗറ്റീവിനെ അങ്ങോട്ട് ആക്കി, ദേനെ അങ്ങോട്ട് എടുത്തിട്ടു. ഓക്കെ, ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇനി ചെറിയ വ്യത്യാസങ്ങൾ. ഞാൻ ഇന്ന് പറയുന്നത് മുഴുവനും ഫാർ ഈസി. ഞാനൊരു ആവറേജ് ക്വസ്റ്റ്യൻ പോലും ചോദിക്കുന്നില്ല കേട്ടോ. പരീക്ഷയ്ക്ക് ആവറേജും ഹാർഡ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. പക്ഷെ ഇന്ന് ഞാനത് ചെയ്യാത്തത് നമുക്ക് ഇവിടെ നിന്ന് വേണം പോവാൻ. അതുകൊണ്ടാണ് ഞാനൊരു ചോദ്യം ചോദിക്കാം. ഐ ആം ലേറ്റ്. ഐ ആം ലേറ്റ്. അപ്പൊ രണ്ടാം ആമിന്റെ കൂടെ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് എഴുതി വെക്കണം നിങ്ങള്. ആമിന്റെ കൂടെ നോട്ട് ചേർത്താൽ അത് എന്തായിട്ട് മാറും? ആറിന്റെ ഐ ആയിട്ട് മാറും. ഒരിക്കലും എന്ത് ചെയ്യരുത്, ആമിന്റെ ഐന്ന് എഴുതരുത് കേട്ടോ. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. മനസ്സിൽ വെച്ചാൽ മതി. ലെറ്റസ് ഗോ. ലെറ്റസ് കണ്ടാൽ ഒന്നും നോക്കണ്ട. ലെറ്റസ് ഗോ എന്ന് പറഞ്ഞാല് ഷാൾ ബി. ലെറ്റ് ഐ ഗോ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ വരിക? ഷാളായി. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ അസ് വന്നോണ്ടാണ് വി വന്നത്. ഐ വന്നാൽ ഐ എഴുതണം. അത് ചിലപ്പോ അത് പരീക്ഷയ്ക്ക് ട്വിസ്റ്റിംഗ് ആയിട്ട് ചോദിക്കും. അടുത്ത ചോദ്യം, ഓപ്പൺ ദ ഡോർ. ഇത് എന്ത് ടൈപ്പ് സെന്റൻസാ? ഓപ്പൺ ദ ഡോർ ഇമ്പരറ്റീവ് ആണ്. ഇമ്പരറ്റീവ് വന്നാലേ, അതായത് റിക്വസ്റ്റ് കമാൻഡ് ഈ ടൈപ്പുകൾ വന്നാൽ മുഴുവൻ എന്ത് ചെയ്യണം എന്നറിയോ? വില്യു ആണ്. എപ്പോഴും വില്യു. ഇമ്പരറ്റീവ് വന്നാൽ അപ്പെടുത്ത് എഴുതിക്കോ. ഒന്ന് കണ്ണടച്ച് എഴുതിക്കോ വില്യു. ഓക്കെ, ഡോണ്ട് ടോക്ക് എന്താ വരിക? ഡോണ്ട് ടോക്ക് ആണ്. ശ്രദ്ധിക്കണം, അത് നെഗറ്റീവ് ആണ്. അപ്പൊ അപ്പുറത്തേക്ക് പോകുമ്പോ എന്താവും? അതായത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും വില്യൂ വരുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതായത് നെഗറ്റീവോ പോസിറ്റീവ് ആയിക്കോട്ടെ, അത് റിക്വസ്റ്റോ ഓർഡർ ആണെങ്കിൽ അത് വില്യൂ ആണ് വരിക. എവരി വൺ കെയിം എന്താ വരിക? എവരി വൺ കെയിം. കെയിമിനെ നോക്ക്. കെയിം ഏതാ? എവരി വൺ എന്ന് വരുമ്പോ നമ്മൾ എപ്പോഴും അതിന്റെ സബ്ജക്ട്, എവരി വണ്ണിന്റെ സബ്ജക്ട് എപ്പോഴും ദേ ആണ് കേട്ടോ. അപ്പൊ എന്താ വരിക? അപ്പൊ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ നിങ്ങള്. എവരി വൺ വന്നാൽ ദേ ആണ് വരിക എന്നുള്ളത്. ഇനി നോബഡി കെയിം. അപ്പോഴോ എന്തുകൊണ്ടാ അവിടെ ഡിഡ് ദേ വന്നേ? നോബഡി നെഗറ്റീവ് സെന്റൻസ് ആണ് കേട്ടോ. ഇതുപോലെ സ്കേഴ്സ്ലി അങ്ങനത്തെ കുറച്ച് വേർഡ്സ് ഒക്കെ ഉണ്ട്. അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. someone called എന്ന് പറഞ്ഞാലോ? someone called.
Didn't. സമ്മൺ എന്ന് പറയുമ്പോ ദേ ഒക്കെ ദേ അവരുടെ എവരി വൺ സമ്മൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. Didn't they? ബുക്ക് അപ്പോഴോ Didn't they? ബുക്ക് ദിസ് ഈസ് എ ബുക്ക്. Isn't it? യെസ്. എന്തുകൊണ്ടാ ഇസ് വന്നു? ബുക്കിനെയാണ് നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് It ആണ് അവിടെ. ഇതിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ഇറ്റ് വന്നു. ദോസ് ആർ ഫ്ലവേഴ്സ്. Aren't they? Those ദോസ് ആർ ഫ്ലവേഴ്സ്. Aren't they? ഈ ദിസ് ദോസ് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സബ്ജക്ട് ഏതാന്ന് നോക്കണം. എന്നിട്ട് അതിനെന്ത് കൊടുക്കണം? ഡേയോ ഇറ്റോ ആ രീതിയിൽ കൊടുക്കണം കേട്ടോ. അവിടെ ഇറ്റ് വന്നോണ്ടാണ് ഇറ്റ് വന്നത്. ആറ് വരുമ്പോ ദേ വരും കേട്ടോ. ദോസ് ആർ ഫ്ലവേഴ്സ് ആർ ഇറ്റ് ദേ. നോക്കൂ, നമ്മളിപ്പോ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണ്ടോ? ഹലോ, കേൾക്കണ്ടോ? നമ്മളിപ്പോ ടെൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രിലിമിനറി സ്റ്റെപ്പ് കടന്നു കേട്ടോ. പ്രിലിമിനറി സ്റ്റെപ്പ് കടന്നു. നമ്മളിനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി, ഇനി ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ മാത്രമാണ്. എന്തുകൊണ്ട് വന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞുതരും. ഇനി ഇത് മാത്രമല്ല പറയാൻ പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് ഓടി പോവാം. നിങ്ങളുടെ അഡ്ജക്റ്റീവ്സ്, ആഡ്വർബ്സ്, ഈ കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരുന്നതാണ്. അപ്പൊ അതിന്റെയൊക്കെ ഈസി ലെവൽ മാത്രമേ ഞാനിന്ന് ചെയ്യുന്നുള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആർട്ടിക്കിൾസിലേക്ക് കടക്കാണ്. റെഡിയാണോ? ഓക്കെ, യെസ്. ഞാൻ ഒരു സെന്റൻസ് പറയാണ്, വളരെ സിമ്പിൾ സെന്റൻസ് പറയാണ്. നിങ്ങളതിന്റെ ആൻസർ എഴുതിക്കോളൂ. ഇത് പറഞ്ഞോളൂ കേട്ടോ. ഇവിടെ ആർട്ടിക്കിൾ ആണ് എടുത്തത്. എ ആണോ ഏനാണോ ആണോ വരുന്നത് എന്നാണ് എന്നോട് പറയേണ്ടത്. ഡേഷ് ഓണസ്റ്റ് പേഴ്സൺ ഈസ് റെസ്പെക്ടഡ് ബൈ എവരി വൺ. അവിടെ ഏതാ വരിക? ഓണസ്റ്റ് പേഴ്സൺ. എച്ച് സൈലന്റ് ആണ്. എച്ച് ഓണസ്റ്റ് ആണെങ്കിൽ എച്ച് ഉണ്ട് അവിടെ. പിന്നെ നോക്കൂ, എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എന്നാ ഞാൻ ഓക്കെ, എച്ച് അവിടെ സൈലന്റ് ആണ്. ഓ വന്നു, അതൊരു വൗൾ സൗണ്ട് ആയതുകൊണ്ട് ഞാൻ ഏൻ എന്ന് കൊടുത്തു. എ ഇ ഐ ഒ യു എല്ലാം വോൾ സൗണ്ട് ആണ്. ആ വോൾ സൗണ്ടിന് മുഴുവനായിട്ട് ഞാൻ ഏനെ കൊടുക്കുള്ളൂ. എന്നെ ആര് പഠിപ്പിച്ചിട്ടുണ്ട്? എന്റെ ടീച്ചർ പഠിപ്പിച്ചു. പക്ഷെ അവിടെ അത് സൂപ്പർലേറ്റീവ് അല്ല. മനസ്സിലായില്ല? നോക്കൂ, വോൾസ് ഏതൊക്കെയാന്ന് അറിയില്ല. ഏതൊക്കെയാ? നമ്മളാ മറ്റേ പാട്ടാലോചിക്കാൻ മതി. അപ്പോ എ ഇ ഐ ഒ യു നോട്ട് ദ ലെറ്റേഴ്സ്. ശ്രദ്ധിക്കേണ്ടത് ഈ ലെറ്റർ നോക്കരുത്. ആ സൗണ്ട്സ് എവിടേക്ക് വരുന്നുണ്ടോ അവിടെ മുഴുവനും നമ്മൾ എന്താ ഉപയോഗിക്കാം? ഉപയോഗിക്കാം. അതൊന്നും ശ്രദ്ധിക്കണം. ആപ്പിൾ ഏതാ വരിക അപ്പൊ? വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ശ്രദ്ധിക്കണം. ഐ മെറ്റ് യൂറോപ്യൻ ടൂറിസ്റ്റ് യെസ്റ്റർഡേ. വന്നതല്ലേ? ഈ അല്ലേ? ഈ സൗണ്ട് അല്ല, ഈ എന്ന ലെറ്റർ വവൽ അല്ലേ? പിന്നെന്താ അങ്ങനെ എഴുതിയേ? സൗണ്ട് ആണ് നോക്കേണ്ടത്. നല്ല ഭയങ്കരമായിട്ട് കേട്ടോ, മലപ്പുറം കേട്ടിട്ട്. ഓക്കെ, അപ്പൊ യൂറോപ്പിന്റെ സൗണ്ട് വന്നത് സൗണ്ട് അല്ല. അതുകൊണ്ട് ഞാൻ അവിടെ എ എന്ന് എഴുതി അല്ലേ? യൂണിവേഴ്സിറ്റിക്ക് ഏതാ വരിക? ഒരു യൂസ്ഫുൾ ബുക്ക് ഏതാ വരിക? യെസ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ സാധാരണ രീതിയിൽ വവൽ ലെറ്റേഴ്സ് വന്നിട്ട് കോൺസണന്റ് സൗണ്ട് വരുന്നതാണ് സാധാരണ രീതിയിൽ വരുന്നത് കേട്ടോ. കോൺസണന്റ് സൗണ്ട് വരുന്നതിനൊന്നും നമ്മള് ഏൻ എഴുതില്ല. കോൺസണന്റ് സൗണ്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, വ്യഞ്ജനാക്ഷരങ്ങളാണ് വരിക, മറ്റേത് നമ്മുടെ സ്വരാക്ഷരങ്ങൾ. ഓക്കെ, യെസ്. അടുത്തൊരു ചോദ്യം നൗണുമായി ബന്ധപ്പെട്ടതാണ്. എന്താ പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ? ഞാൻ കുറച്ച് എക്സാമ്പിൾസ് തരാം. അതിൽ ഏതാ പ്രോപ്പർ നൗൺ എന്നോട് പറഞ്ഞാൽ മതി. 4 ഓപ്ഷൻ തരികയാണെ. അതിൽ പ്രോപ്പർ നൗൺ നിങ്ങൾ എഴുതണം. ഞാൻ 4 ഓപ്ഷൻ ഇതാണ്. ആ നൗണിന്റെ പേര് മാത്രം എഴുതിയാൽ മതി. ഏതാ പ്രോപ്പർ നൗൺ എഴുതിയാൽ മതി. റിവർ, ടീച്ചർ, ഇന്ത്യ, സിറ്റി.
ഇന്ത്യ. എന്തുകൊണ്ടാ അങ്ങനെ എഴുതിയേ? എപ്പോഴും പ്രോപ്പർ നൗണേ ഒന്നുകിൽ ഒരു പേഴ്സൺ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പ്ലേസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആയിരിക്കും കേട്ടോ. അപ്പൊ പ്രോപ്പർ ആയിട്ട് ഒരു പ്ലേസിനെ കുറിച്ച് പറയുമ്പോഴൊക്കെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? പ്രോപ്പർ നൗൺ. ചിലപ്പോൾ ചോദ്യം ഇങ്ങനെയാണ് വരിക, സൈറ്റ് ഔട്ട് ദ പ്രോപ്പർ നൗൺ ഫ്രം ദ ഫോളോയിങ് എന്ന് പറഞ്ഞ് എക്സാമ്പിൾസ് വരികയാണെന്ന് വെച്ചാൽ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, അത് ഏതാ പ്ലേസ് അല്ലെങ്കിൽ ഒരു പേഴ്സന്റെ പേര് എവിടെ ഉണ്ടോ നോക്കിയാൽ മതി കേട്ടോ. ഇപ്പോ ഇന്ത്യ, കേരള, രവി, മൺഡേ എന്നൊക്കെ പറയുന്നത് മുഴുവനും പ്രോപ്പർ നൗണിലേക്കാണ് പോവുക. അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കണേ. ഞാനൊരു പ്ലൂറൽ ഫോം ആണ് കണ്ടുപിടിക്കുന്നത്. നമ്മളെപ്പോഴും, ഞാൻ പലപ്പോഴും കുട്ടികൾക്കും വരുന്ന ഒരു തെറ്റാണിത്. നിങ്ങൾക്കത് തെറ്റില്ല എന്നറിയാം, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ചോദ്യം ചോദിക്കുന്നത്. ഇല്ല, പ്ലൂറൽ ഫോം ചൈൽഡ് ആണ് ഞാൻ പറയുന്നത്. അതിന്റെ പ്ലൂറൽ ഫോം ഏതാ? ചിൽഡ്രൻ. ഓക്കെ, തെറ്റരുത് കേട്ടോ. എന്തുകൊണ്ടാണ് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം? ചിലപ്പോൾ ചോദ്യം വരിക ഇറഗുലർ പ്ലൂറൽ ഫോം ഏതാണെന്നാണ് ചോദ്യം വരിക. നിങ്ങളോട് ചൈൽഡിന്റെ പ്ലൂറൽ ഫോം ഏതാ ചോദിക്കുക. ഇറഗുലർ എന്ന് പറഞ്ഞാൽ സാധാരണ ചൈൽഡ്സ് എന്ന് പറഞ്ഞില്ലല്ലോ. ഇറഗുലർ ആയിട്ട്, അതായത് റെഗുലർ പീരീഡ് അല്ലാതെയാണ് ഇറഗുലർ നൗൺ എന്ന് പറയും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയേ. പിന്നെ എന്ന് പറഞ്ഞാൽ മാനിന്റെ മെൻ, വുമൺ, വിമൻ. ഓക്കെ, മൗസ്. അത് കാറ്റഗറി 1 കേട്ടോ. ഈ ചോദ്യങ്ങളൊക്കെ സാധാരണയായിട്ട് വരാറ്. ഒന്ന് ശ്രദ്ധിക്കണേ. മറ്റൊരു ചോദ്യമാണ് ഇതില് ഞാനിങ്ങനെ വായിക്കും. അതിലെ ആരാണ് പ്രൊനൗൺ എന്ന് പറയണം. പ്രൊനൗൺ ഏതാണ്? പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പേരിന് അല്ലെങ്കിൽ പകരമായിട്ട് ഫീമെയിലും മെയിലും ആയിരിക്കാം പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. മൈ ഫ്രണ്ട്. ഇതിലേതാ ആണ്? അതായത് യൂസ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ. അതായത് റാണി എന്ന് പറയുന്നതിന് പകരം ഷീ എന്ന് പറയാം. മനസ്സിലായോ? പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ നൗണിന് പകരം ഉപയോഗിക്കുന്ന ഒരു വേർഡ്. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. മറ്റൊരു ചോദ്യം, നിങ്ങളോട് അഡ്ജക്റ്റീവ്സ് കണ്ടുപിടിക്കാൻ പറയത്തില്ല. അഡ്ജക്റ്റീവ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? അഡ്ജക്റ്റീവ്സ് എപ്പോഴും എവിടെയാ ഉണ്ടാവുക? നാമത്തെ വിശേഷിപ്പിക്കും. എപ്പോഴും. അതായത് ഹി ഈസ് ഡേ സ്റ്റുഡന്റ്, ഹി ഈസ് ഡേ സ്റ്റുഡന്റ്. 3-4 പറയാം. അതിൽ ഏതാണ് അഡ്ജക്റ്റീവിന്റെ കറക്റ്റ് ഫോം എന്ന് പറയണേ? ഇന്റലിജൻസ്, ഇന്റലിജന്റ്ലി, ഇന്റലിജന്റ്, ഇന്റലിജൻസ്ഫുൾ. വെരി ഗുഡ് കണ്ടോ. അതായത് സിമ്പിൾ ബേസ് ഫോമിലേ വരുള്ളൂ അഡ്ജക്റ്റീവ്. അതായത് നമ്മളെപ്പോഴും കുറച്ച് വിച്ച് വൺ, വിച്ച് ആട്രിബ്യൂട്ട് എന്നുള്ള രീതിയിൽ നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. ബ്ലൂ സ്കൈ ലുക്സ് ബ്യൂട്ടിഫുൾ. ബ്ലൂ സ്കൈ ലുക്സ് ബ്യൂട്ടിഫുൾ. ഏതാ അഡ്ജക്റ്റീവ്? ഇവിടെ ആരാ ഇവിടെ സബ്ജക്ട്? ബ്ലൂ ആണോ? സ്കൈ ആണ്. സ്കൈനെ വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാ? അല്ലടാ, അതായത് അതിന്റെ തൊട്ട് മുന്നിൽ വരുന്ന വേർഡ് ആയിരിക്കും അഡ്ജക്റ്റീവ്. അങ്ങനെ ഇപ്പൊ പഠിച്ചാൽ മതി. അപ്പൊ എപ്പോഴും ഒരു സബ്ജക്റ്റിന്റെ തൊട്ട് മുമ്പിലായിരിക്കും എപ്പോഴും സാധാരണഗതിയിൽ 99% അഡ്ജക്റ്റീവ് വരിക. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഒരു ടിപ്പ് പോലെ മനസ്സിൽ വിചാരിച്ചാൽ മതി. കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇനി ആഡ്വേർബ് എങ്ങനെ കണ്ടുപിടിക്കാം? വരും കൂടെ എപ്പോഴും. അതായത് വെർബിനെ എന്ത് പറയണം? ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി, ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി. ഇതിൽ കണ്ടോ, സിംഗിനെയാണല്ലേ ബ്യൂട്ടിഫുള്ളി എന്ന് പറഞ്ഞേ. വെർബിനെ വിശേഷിപ്പിക്കുമ്പോ അത് ആഡ്വേർബും, ഇനി നമ്മുടെ സബ്ജക്റ്റിനെ നൗണിനെ വിശേഷിപ്പിക്കുമ്പോ അത് അഡ്ജക്റ്റീവ് ആവും. എപ്പോഴും ആഡ്വേർബ് കണ്ടുപിടിക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ ഒരു എൽവൈ അതിന്റെ കൂടെ സാധാരണ രീതിയിലൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ ഷീ റൺസ് ക്വിക്ക്ലി, ഷീ സ്പീക്സ് സോഫ്റ്റ്ലി, ഷീ സ്പീക്സ് സോഫ്റ്റ്ലി. അപ്പൊ സാധാരണ ഒരു 90% ആൾവേർബ്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എൽവൈ കൂടെ ചേർന്നുണ്ട്. ചിലപ്പോ എൽവൈ ഉണ്ടാവില്ല. അപ്പൊ നോക്കേണ്ടത് ആ വേർബിനെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയാൽ മതി കേട്ടോ പരീക്ഷയ്ക്ക് വരുമ്പോ. ഇനി ഞാൻ 4 വേർഡ് പറയാം. ഏതാ വേർബ് എന്ന് പറയാം? ടീച്ചർ എക്സ്പ്ലെയിൻസ് ദ ലെസൺ. ഏതാ വേർബ്? എന്താണോ ചെയ്യുന്നത്. ചിലപ്പോ ഇത് വളരെ സിമ്പിൾ ആണ്.
ചോദിക്കാൻ പാടില്ല, എന്നാലും ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഇനി വേറൊരു ചോദ്യം. ഇനി ടെൻസ്, നമ്മൾ പഠിച്ച ടെൻസിലേക്ക് പോവാണ്. 4 ഫോം ഉണ്ട്. ബേർഡ്സ്, സബ്ജക്ട് ശ്രദ്ധിക്കണം. ബേർഡ്സ് ഡാഷ് ഇൻ ദ സ്കൈ. ബേർഡ്സ് ഡാഷ് ഇൻ ദ സ്കൈ. ഫ്ലൈസ് ആണോ, ഫ്ലൈ ആണോ, ഫ്ലൈയിങ് ആണോ? നോക്കടാ, ഇത് തെറ്റും. സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ക്വസ്റ്റ്യൻ 5 വരും. ബേർഡ്സ് പ്ലൂരൽ ആണോ സിംഗുലർ ആണോ? ഒന്നിൽ കൂടുതലില്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ വെർബിന്റെ കൂടെ എസ് പാടുണ്ടോ? ഒന്നിൽ കൂടുതലുള്ളവർക്കൊന്നും ഒരു എസ്കോട്ട് വേണ്ട കേട്ടോ. അതിന്റെ ബേസ് ഫോം മാത്രമേ വേണ്ടൂ. ഒരു വലിയ ആൾക്കാരല്ലേ, വലിയൊരു കൂട്ടം ആൾക്കാരുണ്ട്. ആൾക്കാർക്ക് പിന്നെ എന്തിനാ വെർബിന്റെ കുറെ ആൾക്കാരെയും കൂടെ ചേർക്കണേ? ബേസ് ഫോം മാത്രമേ കൊടുക്കാവൂ. അപ്പൊ ബേർഡ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ ആണ് വരിക. ബേസ് ഫോമിൽ മാത്രം പോണം. ഫ്ലൈസ് വേണമെങ്കിൽ ഇനി ബേർഡ് ആണെന്ന് വിചാരിക്കും. അവിടെ ബേർഡ് ആണെങ്കിൽ സിംഗുലർ അല്ലേ, ഡസ് ഫോം കൂടെ ചേരും. ഡസ് ഫോം കൂടെ ചേരും. പ്ലൂരൽ ആണെങ്കിൽ ഏത് ഫോമാ കൂടെ ചേരുക? ഡു ഫോം. ഡു ഫോം പ്ലസ് ഫ്ലൈ, ഫ്ലൈ തന്നെയാണ്. ഡസ് പ്ലസ് ഫ്ലൈ, ഫ്ലൈസ് ആണ്. അതൊന്ന് എഴുതി വെക്കണേ. ഡു പ്ലസ് ഫ്ലൈ, ഡു തന്നെ, ഫ്ലൈ തന്നെ വരും. ഡസ് പ്ലസ് ഫ്ലൈ എന്താ വരിക? ഫ്ലൈസ് വരും. ഓക്കെ, അത് ശ്രദ്ധിക്കുക. സ്പ്ലിറ്റ് ചെയ്യുമ്പോ എപ്പോഴും സിംഗുലറിന്റെ കൂടെ ഡസ് ഫോം ഉണ്ടായിരിക്കും, പ്ലൂരലിന്റെ കൂടെ ഡു ഫോം ആയിരിക്കും കേട്ടോ. അത് ശ്രദ്ധിക്കണം കേട്ടോ. കേട്ടോ, ഓക്കെ അല്ലേ? സാധാരണ രീതിയിലേ നന്നായിട്ട് ചോദ്യം വരുന്ന ഒരു കാര്യമാണ് ഈ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്. അപ്പൊ എപ്പോഴും സബ്ജക്റ്റിനെ നന്നായിട്ട് നോക്കണം. അതിൽ പ്ലൂരൽ ആണെങ്കിൽ അതിലെപ്പോഴും ഡു ഫോം മതി എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ഡു ഫോമിന്റെ കൂടെ ഒരു എസ് ഫോമോ ഇ ഡി ഫോമോ അങ്ങനത്തെ ഒന്നും നിങ്ങൾ ചേർക്കേണ്ടതില്ല. ഡൂന്റെ കൂടെ എപ്പോഴും ഡു പ്ലസ് ഫ്ലൈ, ഫ്ലൈ. ഡു പ്ലസ് വാക്ക്, വാക്ക്. മനസ്സിലായോ? ഡു പ്ലസ് പ്ലേ, പ്ലേ. ഒരു വ്യത്യാസവും വരുന്നില്ലാന്ന്. അപ്പൊ അതങ്ങനെ. ഇനി നിങ്ങൾ സിംഗുലർ ആണെങ്കിൽ എപ്പോഴും അതിന്റെ കൂടെ ഡസ് ഫോം വരും പ്രസന്റ് ഫോമിൽ. അപ്പൊ ഡസ് പ്ലസ് പ്ലേ, പ്ലേസ് വരും. ഡസ് പ്ലസ് വാക്ക്, വാക്സ് വരും. ഡസ് പ്ലസ് സിംഗ്, സിങ്സ് വരും. കിട്ടിയോ? കിട്ടിയിട്ടുണ്ടോ? ആ, യെസ്. അപ്പൊ ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാണ്. ഷീ ഡാഷ് ഇംഗ്ലീഷ് വെൽ. ഷീ ഡാഷ് സ്പീക്സ്. സിമ്പിൾ ടെൻസ് ആക്കണം. ഷീ സ്പീക്സ് വരണം. എന്തുകൊണ്ടാ സ്പീക്സ് ആയേ? ഷീ സിംഗുലർ ആണ്. അപ്പൊ ഞാന് നോക്കുമ്പോ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ആക്കേണ്ടത്. അപ്പൊ എന്റെ വെർബിന്റെ കൂടെ ആരുണ്ടാവണം? ഫോം ഉണ്ടാവണം. അങ്ങനെയാണ് മനസ്സിൽ പഠിക്കേണ്ടത് കേട്ടോ. എപ്പോഴും അങ്ങനെ 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 പോണം. ഇനി ദേ ഡാഷ് ഫുട്ബോൾ എന്താ വരിക? ഡേ എന്താ വരിക? പ്ലേ. എന്തുകൊണ്ടാ പ്ലേ വന്നേ? ദേ പ്ലൂരൽ ആണ്, അതുകൊണ്ട് ഡു ഫോം മതി. അപ്പൊ പ്ലേ മതി. ഇനി ഷീ ഡാഷ് ഫുട്ബോൾ എന്താ വരിക? ഷീ പ്ലേസ്. എന്തുകൊണ്ടാ വന്നേ? ഷീ ഒറ്റയ്ക്കല്ലേ. അങ്ങനെ എപ്പോഴും വിചാരിക്കും. ഒറ്റയ്ക്കുള്ള ആളുടെ കൂടെ എപ്പോഴും ഞാൻ ഒരാളെ കൊടുക്കുന്നു മനസ്സിൽ വിചാരിച്ചാൽ മതി. ഓക്കെ, റെഡി. ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിക്കണം. ഞാൻ ചോദിക്കുന്നത് ഇതിലേതാ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആക്കാനാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദേ ഡാഷ് എ മൂവി യെസ്റ്റർഡേ. വാച്ച് വെച്ച് പറഞ്ഞു. വാച്ച് വെച്ച് പറഞ്ഞു. വാച്ചിലാണ് വരിക കേട്ടോ. അതിൽ വേറെ ഒന്നും നോക്കാല്ലേ. സിംഗുലർ ആണോ പ്ലൂരൽ ആണോ എന്ന് നിങ്ങൾ നോക്കണ്ട. അതിന് എപ്പോഴും വാച്ച് ഇതാ എഴുതിയാൽ മതി. അത് പക്ഷെ നിങ്ങൾക്ക് സുഖമായിട്ട് ചോദിക്കാൻ സാധ്യത കുറവാണ്. ഇനി പ്ലേ ആണ് ഫോം. ക്രിക്കറ്റ് എന്താ വരിക? ഇനി നോക്കൂ, ഞാൻ വേറൊരു ആളിലേക്ക് പോവാണ്. നിങ്ങൾ നേരത്തെ പഠിച്ച ആളാണ്. പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഐ ഡാഷ് റീഡിംഗ് എ ബുക്ക് നൗ. ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. മതി, പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. നിങ്ങളെ പെർഫെക്റ്റുകാർ ഓടിച്ചിട്ടല്ലോ. പെർഫെക്റ്റിന്റെ നിങ്ങൾ എടുക്കല്ലേ കേട്ടോ. പെർഫെക്റ്റിന്റെ ആൾക്കാര് ബീൻ എടുത്ത് കൊണ്ടുപോയിണ്ടാവും. നിങ്ങൾ അതൊന്നും എടുക്കാൻ പോകരുത്. ബീങ് ഒന്നും ഇപ്പൊ എടുക്കണ്ട. വെറും പ്രസന്റ് കണ്ടിന്യൂസ് ആ ചോദിച്ചേ. അവരുടെ സാധനങ്ങളൊന്നും എടുത്തിട്ട് ഓടല്ലേ. അപ്പൊ എന്താ വരിക? ഐ ആം റീഡിംഗ് എ ബുക്ക് നൗ. ഓക്കെ, യെസ്. കിട്ടിയോ അത്? ഇനി വേഗം ചോദിച്ചു കഴിഞ്ഞാൽ ഏതെല്ലാം ടെൻസും പറയോ? എന്നൊക്കെ ഞാൻ വേറൊരു നോക്കട്ടെ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ദ ബോയ് ഡാഷ് പ്ലേയിങ്. കേട്ടില്ല.
The boy is playing. Is playing. Is playing. playing. ആണ്. യെസ്. ഇസ് എന്തുകൊണ്ടാ വന്നേ? Singular. The boy ഞാനും is ഇപ്പുറത്ത് singular. വന്നിരിക്കുന്നത് ബോയ് സിംഗുലർ ആണ്. അപ്പൊ ഞാൻ ഇസേ ചേർക്കുള്ളൂ. ഇതൊക്കെയാണെങ്കിൽ എനിക്ക് ഇതൊക്കെ അറിയാം എന്ന് തന്നെ ചോദ്യം കാണുമ്പോ ചോദ്യത്തിന് ആദ്യം വെല്ലുവിളിക്കാൻ പഠിക്കണം കേട്ടോ. ഈ ചോദ്യം എനിക്ക് ഒന്നും അല്ലാന്ന് കേട്ടോ. അപ്പൊ ദ സ്റ്റുഡൻസ് ഡാഷ് റെഡി. ഇസ് ആണോ, വാസ് ആണോ, ആരാണോ, ഹാസ് ആണോ, ഏതാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ദ സ്റ്റുഡൻസ് Students are ready. Reading. ആർ റെഡി. ആർ റെഡി. എന്തുകൊണ്ട് ആര് വന്നേ? Students are സ്റ്റുഡൻസ് അല്ലെ, പ്ലൂറൽ ഫോം ആണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആരാ പറ്റുള്ളൂ. ഞാൻ അവിടെ ഈസ് വയ്ക്കുന്ന പ്രശ്നമേ ഇല്ല. ഓക്കെ. ഇനി മറ്റൊരു ചോദ്യം. ദേ ഡാഷ് ബുക്സ്. ഇനി ഹാസ്, ഹാവ്, ഹാഡ് ഒക്കെ തന്നിട്ടുണ്ട്. ഏതാ വേണ്ടേ? പെർഫെക്റ്റ് ആണ് ആക്കേണ്ടത്. they have. They have. ഓക്കെ, വെരി ഗുഡ്. ഇനി മറ്റൊന്ന്, ഇനി വേറൊരു, നിങ്ങൾ ഇത്ര നേരം കാണാത്ത ഒരാള് കുറെ നേരമായി നിങ്ങളെ കുറിച്ച് ചോദിക്കുന്നത്. അത് വേറെ ആരുമല്ല, പ്രിപ്പോസിഷൻസ് ആണ്. അതിന് പ്രിപ്പോസിഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം റീഡിങ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു സംഭവമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ കിട്ടാവുന്നതുമാണ് പ്രിപ്പോസിഷൻ. ഇറ്റ് ഈസ് വെരി ഈസി ഫോർ യു. നമ്മളെപ്പോഴും ഒരു സർഫേസ് ലെവലിൽ ഇരിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട കുറച്ച് പ്രിപ്പോസിഷൻസ് ഉണ്ട്. ഇൻസൈഡ് ഇരിക്കേണ്ട കുറച്ച് പ്രിപ്പോസിഷൻസ് ഉണ്ട്. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ട് പോയാൽ മതി. ദ പെൻ ഈസ് ഡാഷ് ദ ടേബിൾ. On the table. എന്തുകൊണ്ടാ അങ്ങനെ വന്നേ? അതിന്റെ മുകളിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അത് മാത്രമേ പറയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദ ബുക്ക് ഈസ് അല്ല, ദ ബുക്ക് ഈസ് എന്താ പറയണ്ടല്ലോ. മാഷ് പോയിണ്ടായിരിക്കുന്നത്. ഓക്കെ. ദ കീസ് ആർ ഡാഷ് ദ ബാഗ്. In the bag. എന്തേ? അത് ഉള്ളിൽ പോയില്ലേ? ഉള്ളിൽ പോകുമ്പോ പിന്നെ ടീച്ചർ അത് മുകളിലല്ലോ ഇല്ലല്ലോ ഇരിക്കണത് എന്ന് തന്നെ പറയണം കേട്ടോ. ഇൻസൈഡ് ദ ബാഗ് അല്ലേ? അല്ല, ഇൻസൈഡ് ദ ബാഗ് നമുക്കിപ്പോ പ്രിപ്പോസിഷൻ പറയുന്നോണ്ട് ഇന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കിടന്നാ മതി കേട്ടോ. ഇൻസൈഡ് ദ ബാഗ് തെറ്റൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഓപ്ഷൻ വരെ ഇന്നും ഓണും അറ്റും ആണെങ്കിൽ ഞാൻ ഇൻസൈഡ് എഴുതുള്ളൂ എന്ന് വാശി പിടിക്കല്ലേ കേട്ടാ. ഞാൻ മനസ്സിലാക്കി പറയാം. ഇൻസൈഡ് ദ ബാഗ് മനസ്സിലാക്കി പറഞ്ഞോ. ആഹാ, അങ്ങനെ വേണം, അങ്ങനെ വേണം. നല്ല ക്രിയേറ്റീവ് ആയിട്ടിരിക്കണം എപ്പോഴും അല്ലേ. ചിലപ്പോഴേ നമ്മള് ഗ്രമേറിയൻസ് ഭയങ്കര പ്രശ്നമല്ലേ മാഷേ, ഭയങ്കര സീരിയസ് ആയപ്പോഴും ക്രിയേറ്റിവിറ്റി ഒന്നും ഒരു ഇഷ്ടമല്ല. ഓക്കെ. ഓക്കെ, യെസ്. ഹി ലിവ്. ഇനി വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സാധാരണ ചിലപ്പോ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഹി ലിവ്സ് ഡാഷ് കേരളയാണ്. അറ്റ്, ഇൻ, ഓൺ, ബൈ. In Kerala. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മളെപ്പോഴും സ്റ്റേറ്റും കൺട്രീസും ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ഇന്നാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. അതാണ് അതിന്റെ ഒരു റൂളായിട്ട് വരുന്നത്. സ്റ്റേറ്റ്, അതുപോലെ കൺട്രി, സിറ്റി. ഇനിയിപ്പം 2-3 ഒരുമിച്ച് വരുമ്പോൾ വ്യത്യാസം നമുക്ക് പറയാം. ഓക്കെ. അപ്പൊ ഇൻ കേരള, ഇൻ ഇന്ത്യ, ഇൻ കൊച്ചി എന്നൊക്കെ ഒറ്റ സെന്റൻസിലാണ് വരുന്നതെങ്കിൽ നമ്മൾ പറയും. ഇനി ഹി ലിവ്സ് ഇൻ കേരള ഡാഷ് തൃശൂർ എന്ന് എഴുതിയാലോ? കണ്ടോ? എക്സാക്ട് പോയിന്റ് എപ്പോ പറയണ്ടോ അത് ടൈം ആയാലും പ്ലേസ് ആയാലും 2 വന്നാൽ ആദ്യത്തേന് ഇന്നും കൊടുക്കണം, രണ്ടാമത്തേന് അറ്റും കൊടുക്കണം കേട്ടോ. അറ്റും കൊടുക്കണം. അത് ശ്രദ്ധിക്കണേ. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ ഇനി ഒരു ദിവസം കൂടി അതിന്റെ കൂടെ ചേർന്ന് വിചാരിക്കാം. ഇൻ കേരള അറ്റ് തൃശൂർ സൺഡേ ഡാഷ് സൺഡേ. എല്ലാ ഡേയ്സിന്റെയും മുകളിൽ നമ്മളപ്പോ സർഫേസ് ലെവലിലല്ലോ നിൽക്കണമെന്ന് ആലോചിക്കരുത്. അതതിന്റെ ഒരു റൂളാണ്. നമ്മളെപ്പോഴും ഡേയ്സിന്റെ കൂടെയും ഓൺ ആണ് ചേർക്കുക. ഓക്കെ. ഇനി മറ്റൊരു ചോദ്യം കൂടി ഞാൻ ചോദിക്കട്ടെ. കൺജങ്ഷൻസ് നിങ്ങളുടെ ഇതിന്റെ ഒരു ഭാഗമാണ്. ഒരു ചോദ്യം. ഐ ട്രൈഡ് ഹാർഡ് ഡാഷ് ഐ ഫെയിൽഡ്. ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഐ ട്രൈഡ് ഹാർഡ് ഡാഷ് ഐ ഫെയിൽഡ്. ഈ ബട്ട് കാണണമെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് 2 ഓപ്പോസിറ്റ് ഐഡിയ ആണോ നോക്കിയാൽ മതി. ഒന്ന് ഹാർഡ് നല്ലോണം ചെയ്തിട്ട് തോറ്റു, കണ്ടോ? ഓപ്പോസിറ്റ് ഐഡിയാസിന് എപ്പോഴും എന്താ വരിക? ബട്ടാണ് വരിക. അതാണ് അതിന്റെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി ഐ ട്രൈഡ് ഡാഷ് ഐ ഫെയിൽഡ് അങ്ങനെയല്ലേ പറയണേ? അപ്പൊ ബട്ട് വന്നു. ഷീ ഈസ് പുവർ ഡാഷ് ഓണസ്റ്റ്. ഇപ്പൊ പാവം, ഷീ ഈസ് പുവർ ഡാഷ് ഓണസ്റ്റ് വരുമ്പോ എന്തുകൊണ്ടാ ബട്ട് വരാൻ കാരണം? ബട്ട് ഓണസ്റ്റ് എന്ന് വരാൻ കാരണം 2 ഓപ്പോസിറ്റ് ഐഡിയാസ് ആണ് അല്ലെ. മനസ്സിലായോ? എപ്പോഴും ഒരേ രീതിയിലാണോ പറയണമെന്നെങ്കിൽ വേറൊരു കൺജങ്ഷൻ ആണ് വരിക. 2
ഓപ്പോസിറ്റ് ഐഡിയാസ് ലൈൻ ടുഗദർ ആണെങ്കിൽ, കണക്ഷൻ ആണെങ്കിൽ എപ്പോഴും അവിടെ ബട്ടാണ് വരിക. ആൻഡ് എപ്പോഴാ ചേർക്കുക കൺജങ്ഷൻ? ആൻഡ് എപ്പോഴും ഒരു അഡീഷൻ ആയിട്ട് വരുമ്പോ, മനസ്സിലായോ? ആൻഡ് എന്നുള്ള വാക്ക് ബട്ട് കോൺട്രാസ്റ്റിനാണ്. ഒന്ന് എഴുതി വെച്ചോളൂ. ആൻഡ് അഡീഷൻ ആയിട്ട് വരുമ്പോ, ബട്ട് കോൺട്രാസ്റ്റിനായിട്ട് വരുമ്പോ, ഓർ ചോയ്സ് ആയിട്ട് വരുമ്പോ ഓർ, ഐദർ ഓർ. ബിക്കോസ് എപ്പോഴാ കൺജങ്ഷൻ? ബിക്കോസ് ഒരു റീസൺ പറയേണ്ടി വരുമ്പോഴാണ് വരിക. ഓക്കെ, യെസ്. ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ആൻഡ് എപ്പോഴാ ഉപയോഗിക്കുക എന്ന് പറഞ്ഞേ? വർക്ക് ഹാർഡ് dash and you will succeed. But and or because. Work hard. And you will succeed. Okay. ഇനി അതായത് രണ്ട് ഐഡിയാസിന്റെ പോസിറ്റീവ് കണക്ഷൻ ആണ് പറയുന്നതെങ്കിൽ ആൻഡ് ആണ് ഉപയോഗിക്കുക. പോസിറ്റീവ് കണക്ഷൻ ആണ് പറയുന്നതെങ്കിൽ, അപ്പൊ വർക്കിംഗ് ഹാർഡ് ആൻഡ് യു വിൽ സക്സസ്. കണ്ടോ, രണ്ടിന്റെയും പോസിറ്റീവ് കണക്ഷൻ അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് അവിടെ ആൻഡ് വരാനുള്ള കാരണം. അങ്ങനെ മനസ്സിലാക്കിയും കൂടി പോകണം. നിങ്ങൾക്ക് നമ്മൾ സെൻസിബിൾ ആയിട്ടും ആലോചിക്കാം, ഒപ്പം അതിനൊരു റൂൾ ഉണ്ടെന്നും കൂടി മനസ്സിൽ വെച്ചാൽ മതി. ഇനി മറ്റൊരു ചോദ്യം, ഹറി അപ്പ് ഡാഷ് യു വിൽ മിസ് ദ ബസ്. ആൻഡ് ബട്ട് ഓർ ബിക്കോസ്. ഹറി അപ്പ് ഡാഷ് യു വിൽ മിസ് ദ ബസ്. ആൻഡ് വേണോ, ബട്ട് വേണോ, ഓർ വേണോ, ബിക്കോസ് വേണോ? ഓർ വേണം. എന്തുകൊണ്ടാ? അതായത് അവിടെ സെന്റൻസ് ഒരു വാണിംഗ് ആണ് തന്നത്. വാണിംഗ് തന്നു. അപ്പൊ അതായത് വേഗം പോയില്ലെങ്കിൽ ബസ് മിസ്സാവും എന്നാണ് പറയണത്. കണ്ടോ, ഒരു വാണിംഗ് തരുമ്പോ എപ്പോഴും സാധാരണയായിട്ട് ഓർ ആണ് ഉപയോഗിക്കുക കേട്ടോ. വാണിംഗ് അല്ലേ? അല്ലെങ്കിൽ ഒരു ചോയ്സ് തരുമ്പോ, ഓൾട്ടർനേറ്റീവ് തരുമ്പോ, ചോയ്സ്, ഓൾട്ടർനേറ്റീവ്, വാണിംഗിന് എപ്പോഴും ഓർ ആണ് വരിക. ഇനി വേറൊരു ചോദ്യം, നമ്മൾ നേരത്തെ പരിചയപ്പെട്ട പോലത്തെ ഒരു ചോദ്യം കൂടി ചോദിക്കാം. നിങ്ങൾ നിർത്താറായ പറയണം കേട്ടോ. എത്ര മണി വരെയ സമയം? സമയമില്ലോ, 9 നിർത്താം. അല്ല, ഞാൻ ഒരു 10 ചോദ്യം കൂടി ചോദിക്കട്ടെ? ഓക്കെ. ഷീസ് എ ഡോക്ടർ. എന്താ വരിക ക്വസ്റ്റ്യൻ ടാഗ്? പഠിച്ചു കഴിഞ്ഞതാണ്. എളുപ്പമായില്ലേ? നിങ്ങൾ ഇനി ക്വസ്റ്റ്യൻ ടാഗിലൊന്നും നിങ്ങളെ തോൽപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റില്ല കേട്ടോ, യാതൊരു സംശയമില്ല കാര്യത്തില്. ഇനി നിങ്ങൾക്ക് വരുന്ന ഒരു ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉണ്ട്. പക്ഷെ അത് ഞാൻ തുടങ്ങി വെച്ചാൽ നിങ്ങൾക്ക് എവിടെ എത്താണ്ട് പോകും. അതൊന്ന് പഠിപ്പിച്ചു തന്നിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പൊ ഞാനിപ്പോ ചെയ്യണില്ലല്ലോ. ഞാൻ അടുത്ത പ്രാവശ്യത്തേക്ക് ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിലേക്ക് പോവാം. ഓക്കെ, മറ്റൊരു ചോദ്യം നേരത്തെ പറഞ്ഞു തന്നെ നമുക്ക് നോക്കാം. പ്രൊനൗൺസ് ഒക്കെ പഠിച്ചില്ലേ? പ്രൊനൗൺസ് പഠിച്ചോ? ഞാനേ ഒരു മച്ചും മെനിയും തമ്മിലൊരു ഡിഫറൻസ് കൂടി പറഞ്ഞുതരാം. ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് നോക്കണേ. ഷീ ഹാസ് ഡാഷ് പേഷ്യൻസ്. many patients. She has dash patience. മെനി എന്ന് പറയുമ്പോ അതിന്റെ ഡിഫറൻസ് ഒന്ന് പറഞ്ഞുതരാൻ വേണ്ടിട്ട് പറയാണ്. നമ്മൾ മെനി എന്ന് പറഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഏതാ വരിക? നോക്കൂ, അതിന്റെ ഓപ്ഷൻ ഇതാണ്: മെനി, മച്ച്, ഫ്യൂ, സെവറൽ. ചോദ്യം ഇതാണ്, ഷീ ഹാസ് ഡാഷ് പേഷ്യൻസ്. എങ്ങനെയാ അത് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? പേഷ്യൻസ് നിങ്ങൾക്ക് എങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റുക? ക്ഷമ അതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ മറ്റേ പേഷ്യൻസ് എനിക്ക് എന്റെ ഭാഗത്ത് തെറ്റി. ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് കൗണ്ട്, നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി. മച്ച് മെനി വന്നാൽ, ഓപ്ഷൻ വന്നാൽ അത് അൺകൗണ്ടബിൾ ആണെങ്കിൽ മച്ച് വരും, കൗണ്ടബിൾ ആണെങ്കിൽ മെനി വരും. ഷീ ഹാസ് ഡാഷ് ബുക്സ്. എന്താ വരിക? മെനി ബുക്സ്. അപ്പൊ നമുക്കത് കൗണ്ട് ചെയ്യാൻ പറ്റില്ലേ പെട്ടെന്ന്? Many books. ഓക്കെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഞാൻ ആഡ്വർബിലേക്ക് ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. ഹി കംപ്ലീറ്റഡ് ദ വർക്ക്. ഇത് ക്യുക്ക് ആണോ, ക്യുക്കിലി ആണോ, ക്യുക്കർ ആണോ, ക്യുക്കസ്റ്റ് ആണോ? എന്തുകൊണ്ടാ? ക്യുക്കിലി കിട്ടിയായിരുന്നു, എൽബൈ കണ്ടു, നമ്മൾ ആകുമ്പോ പിടിച്ചു അല്ലെ? ഓക്കെ, ഞാൻ മോഡൽസ് ഇപ്പൊ ഞാൻ എടുക്കുന്നില്ല. ഇനി ഞാൻ എന്റെ മറന്നുപോയി എന്ന് നിങ്ങൾ വിചാരിക്കണ ആക്റ്റീവ് വോയിസിൽ ഒരിട്ട് ചോദ്യം ചോദിച്ച് അധികം താമസിയാതെ ഞാൻ നിർത്താം. ഒറ്റ ചോദ്യം ഇതാണ്, ഞാൻ പറയണത് വോയിസ് ഏതാന്ന് കണ്ടുപിടിക്കണം കേട്ടോ. നേരത്തെ നമ്മൾ ആക്റ്റീവും പാസീവും വോയിസ് പഠിച്ചല്ലേ? ഞാൻ പറയണത് ഏത് വോയിസ് ആന്ന് പറഞ്ഞാൽ മതി. ദ ബോയ് കിക്ക്ഡ് ദ ബോൾ.
നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. Active voice. എന്തുകൊണ്ടാ? സബ്ജക്റ്റ് ആണ് Subject ആഡ് ആണ് ചെയ്തത് അല്ലേ? Subject ആണ് ആദ്യം അങ്ങനെയാണെങ്കിൽ ടീച്ചർ ടീച്ചേഴ്സ് ഇംഗ്ലീഷ് എന്താ പാസീവ് വോയിസ് വരിക? നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ. The The English ആ English is taught. Is taught by is the taught teacher. by the teacher. എന്തുകൊണ്ട് അങ്ങനെ വന്നതെന്നൊക്കെ അറിയില്ലേ? ഓർമ്മയില്ലേ? ഓർമ്മയുണ്ടല്ലോ അല്ലെ? മറന്നു പോയിട്ടില്ലല്ലോ ആരും? Yeah. ഓക്കെ. ഇനി ഒരു ചോദ്യം ഡയറക്റ്റ് ഞാൻ ലാസ്റ്റ് ഞാൻ ചെയ്തതിന്റെ ഒരു മെമ്മറൈസിങ് മാത്രമാണ്. ഹി സെഡ് അല്ല അത് വേണ്ട, അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞതാണ്. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചില് അതില് ചെയ്യണ്ടല്ലോ. ഓക്കെ അല്ലേ? ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഒന്നും ചെയ്യണം. ഒരു ജെറണ്ട് ഫോം വരുന്നുണ്ട്, അതിപ്പോ ചെയ്യണോ? ഇൻഫിനിറ്റീവ് ചോദിക്കാറുണ്ട് കേട്ടോ ചിലപ്പോ. ഇൻഫിനിറ്റീവ് ചോദിക്കും. ഐ വാണ്ട് ടു ലേൺ ഇംഗ്ലീഷ്. അതിൽ ഏതാ ഇൻഫിനിറ്റീവ്? To learn. ടു ലേൺ. അതായത് ഇൻഫിനിറ്റീവ് എന്ന് കണ്ടാൽ വേറൊന്നും നോക്കണ്ട, ടൂന്റെ തൊട്ടപ്പുറത്ത് എടുക്കുന്ന ഒരു വെർബ് ഉണ്ടാവും. അത് രണ്ടും കൂടി ഒരുമിച്ച് വരുന്നതായിരിക്കും ടു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ് ആണ് ഇൻഫിനിറ്റീവ് ആയിട്ട് വരാൻ പോകുന്നത് കേട്ടോ. പാർട്ടിസിപ്പിൾസ് സാധാരണ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നിങ്ങൾ സാധാരണ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഹി അറൈവ്ഡ് ഡേഷ് മൺഡേ. ഏതാ പ്രിപ്പോസിഷൻ? On Monday. On Monday. അത് സാധാരണ ബിഫോർ ഡേയ്സ് ആൻഡ് ഡേറ്റ്സ് എപ്പോഴും ഓൺ മൺഡേ ആയിരിക്കും, ഓൺ സൺഡേ ആയിരിക്കും, ഓൺ 15th August ആയിരിക്കും കേട്ടോ. ഇനി ഇന്നും ഓണും അറ്റും എവിടെയൊക്കെ വരിക? ഇൻ എപ്പോഴും മന്ത്സിനും ഇയേഴ്സിനും സീസൺസിനും ആണ് വരിക. ഓൺ എപ്പോഴും ഡേയ്സിനും ഡേറ്റ്സിനും ആണ് വരിക. അറ്റ് എപ്പോഴും എക്സാക്ട് ടൈമിനാണ് വരിക. ഓക്കെ. അപ്പൊ അറ്റ് 5 PM, അറ്റ് നൂൺ ഇങ്ങനെ വരുമ്പോഴും അറ്റ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. 5, 6 എങ്ങനെയൊന്നും കണ്ടില്ലെങ്കിലും അറ്റ് നൂൺ എന്ന് പറഞ്ഞാൽ ഒറ്റ നൂണേ ഉള്ളൂ, അത് എക്സാക്ട് ടൈമാണ്. അറ്റ് മിഡ് നൈറ്റ് എന്ന് പറഞ്ഞാലും ഒറ്റ മിഡ് നൈറ്റേ ഉള്ളൂ, അതുകൊണ്ട് എക്സാക്ട് ടൈമാണ്, അതുകൂടി ശ്രദ്ധിക്കാം. ഇനി ഞാനൊരു സ്പെല്ലിംഗ് ചോദിക്കട്ടെ. നിങ്ങൾ റിസീവിന്റെ സ്പെല്ലിംഗ് പറയൂ ആരെങ്കിലും? റിസീവ്. RECIV. അറിയാം. വെരി വെരി സിമ്പിൾ. RECIV. ഓക്കെ ഗുഡ്. ഞാനത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളെ സമാധാനപൂർവ്വം അവസാനിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ. ഇനി ഒരു ആന്റണിയും പറയാമോ? പറയോ? ആൻഷ്യന്റിന്റെ വളരെ എളുപ്പമുള്ളത്. ആൻഷ്യന്റിന്റെ എന്താ? Modern. ആ കണ്ടോ, ഇത്രേ ഉള്ളൂ. ഓൾഡിന്റെ എന്താ? New. ഞാനിനി നിങ്ങളോടൊരു സത്യം തുറന്നു പറയാം. ഞാൻ ഈസി ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഞാൻ അടുത്ത പ്രാവശ്യം ഒരു വര കൂടി വരും. കേട്ടോ? അപ്പൊ നിങ്ങൾ സെറ്റ് ആയിട്ട് വരണം. ഒരു അസേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസും റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് നമുക്ക് സെറ്റ് ആയിട്ട് കേഡറ്റ് എക്സാമിന് ഇംഗ്ലീഷിനെ പേടിക്കാതെ പോണ്ടി വരും. ഇനി ഞാൻ ഇതിൽ ചെയ്യാനുള്ള 1-2 കാര്യങ്ങളും കൂടി ഉണ്ട്. ദാറ്റ് ഐ നോ വെരി വെൽ. നമ്മൾ ഇനി എന്താ ചെയ്യാനുള്ളതിനെ കുറിച്ച് എനിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. ഇനി നിങ്ങൾക്ക് ഇനി എളുപ്പമുള്ള ചില കാര്യങ്ങൾ, നമ്മളിനി മോഡൽസിന്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ആർട്ടിക്കിൾസിന്റെ കുറച്ച് റൂൾസും കൂടി പഠിക്കാനുണ്ട്. ബാക്കിയെല്ലാം നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട മെയിൻ കാര്യങ്ങൾ, പിന്നെ ഡിഗ്രീസ് ഒക്കെ കമ്പാരിസൺ ഒന്ന് നോക്കണം. കുറച്ച് എറേഴ്സ് വരുന്ന സെന്റൻസസ് കുറച്ചും കൂടി നോക്കാനുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ ഇന്നത്തെ വെറുതെ നടന്നു പോയിട്ടുണ്ട്, നമ്മൾ ഓടിയിട്ടില്ല, മിസ്സിൽ മുഴങ്ങിയിട്ടില്ല, ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്ന രീതിയിൽ നമ്മൾ ഭയങ്കരമായിട്ടൊന്നും സ്ട്രഗിൾ ചെയ്തിട്ടില്ല. പക്ഷേ ഐ തിങ്ക് ദർ ഈസ് എ ബേസ് ലൈൻ ഫോർ യു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഗ്രാമർ ഈസ് ശരിക്കും ഒരു ബിൽഡിംഗ് എ ഹൗസ്. ഇറ്റ് ഈസ് ഈക്വൽ ടു ബിൽഡിംഗ് എ ഹൗസ് ആണ്. നമ്മളിപ്പോ ഒരു ഫൗണ്ടേഷൻ, അതിന്റെ ഫൗണ്ടേഷനാണ് നമ്മളിപ്പോ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അതിങ്ങനെ മെമ്മറൈസ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമല്ല. പക്ഷേ സം ടിപ്സ് വിൽ ബി ഓവർ ദർ ടു ജനറലൈസ് ഓൾ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. അതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോ എന്തായാലും നമ്മളിപ്പോ എങ്ങനെയാണ് ഹൗ ടു ക്രാക്ക് കേട്ടറ്റ് ഇംഗ്ലീഷ് ഗ്രാമർ എന്നുള്ള രീതിയിലൂടെ കുറച്ചൊന്ന് നടന്നു എന്നേ ഉള്ളൂ. എന്തായാലും ഇത്രയും നേരം വളരെ സജീവമായിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. നന്നായിട്ട് നിങ്ങൾ സഹകരിച്ചു. എപ്പോഴും എന്റെ കൂടെ ഞാനൊരു ഓൺലൈൻ ക്ലാസ് എടുക്കാന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ നന്നായിട്ട് ആസ്വദിച്ചു. എന്റെ കൂടെ നിന്ന ഒപ്പം നിന്ന മുഴുവൻ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം. മാം, ഈ ഇംഗ്ലീഷ് 30 മാർക്കിനാണോ ചോദിക്കുക? അതെ 30 മാർക്ക്.